ഇപ്പൊ പേഷ്യന്റ് എല്ലാം ലീഗൽ ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞു, ഡോണറിനെ കിട്ടി, ദ റെസിപ്പിയന്റ് ഇസ് ഫൈൻ, ദേ ആർ ഓൾ സെറ്റ് ഫോർ ദി ഓപ്പറേഷൻ ദ നെക്സ്റ്റ് ഡേ. എന്താണ് ഒരു ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ? ഈ രണ്ട് പേഷ്യൻസ് ഒരു ടേബിളിലാണോ, രണ്ട് സെപ്പറേറ്റ് തിയേറ്ററിലാണോ? ഈ ഒരു ക്വസ്റ്റ്യൻ എന്റെ മൈൻഡിലുണ്ട്. അപ്പോ വെരി വാലിഡ് ക്വസ്റ്റ്യൻ. നമ്മുടെ തിയേറ്ററിൽ എന്താ നടക്കണേന്നുള്ളത് ബാക്കിയെല്ലാം ഡോക്ടറെ ഫേസ് ടു ഫേസ് കാണാം, എല്ലാരെയും കാണാം. ഈ തിയേറ്ററിനകത്ത് കയറിയ എന്താ നടക്കുന്നത് അത് എല്ലാവരുടെയും മനസ്സിലുള്ളൊരു കാര്യം. ഇപ്പൊ സാറ് പറഞ്ഞു ദ ഫസ്റ്റ് യൂറിൻ ഇസ് ദ സൈൻ ഓഫ് മേ ബി എ സക്സസ്ഫുൾ ട്രാൻസ്പ്ലാന്റ്. ഈ ഫസ്റ്റ് യൂറിൻ വരുന്നത് ഇമ്മീഡിയറ്റ്ലി ആസ് യു ഫിക്സ് ദ കിഡ്നി, അതോ ആഫ്റ്റർ സം ടൈം ആണ്? നമ്മൾ ഈ പറഞ്ഞ പേഷ്യന്റിന്റെ ഈ കാലിലേക്ക് വരുന്ന ബ്ലഡ് വെസൽസിന്റെ അവിടെയാണ്, കാലിലേക്കും മൂത്രസഞ്ചിയിലേക്ക് പോകുന്ന രക്തക്കുഴലിലേക്കാണ് ഇത് നമ്മൾ പിടിപ്പിക്കുന്നത്. അപ്പൊ പഴയ വൃക്കകൾ ഞാൻ പറഞ്ഞ പോലെ പഴയ സൈഡിൽ തന്നെ അവിടെ ഇരിക്കും. താഴെയാണ് ഈ വെക്കാൻ സ്പേസ് ഉള്ളൂ. അപ്പൊ നമ്മൾ അവിടെ കണക്ട് ചെയ്യുമ്പോൾ ഈ ആദ്യം ഈ രക്തോട്ടം നമ്മൾ ഈ 1 മണിക്കൂറത്തേക്ക് ബ്ലോക്ക് ചെയ്ത് വെക്കും. എന്നിട്ടാണ് ഇത് പിടിപ്പിക്കുന്നത്. പിടിപ്പിച്ചു കഴിഞ്ഞ് 1 അവർ, അത് എത്രയും പെട്ടെന്ന് പിടിപ്പിക്കുന്നോ അത്രയും നമ്മൾ. അപ്പൊ 1 അവർ എടുക്കാറില്ല നമ്മൾ, ചിലപ്പോൾ 45 മിനിറ്റ്സിൽ നമ്മൾ അത് ക്ലിയർ ചെയ്യും. ഇത് ഈ ക്ലാമ്പ് അങ്ങ് റിലീസ് ചെയ്യുമ്പോഴാണ് റീപെർഫ്യൂഷൻ എന്ന് പറഞ്ഞൊരു കാര്യം വരുന്നത്. ഈ പെർഫ്യൂഷൻ വരുമ്പോൾ കിഡ്നിയും ഇത് ചെയ്യും, ഇതും അപ്പോഴാണ്. അപ്പൊ ഈ BP ഒക്കെ കൂട്ടി വെക്കും. അപ്പൊ അതിന് മരുന്നുകളുണ്ട്, യൂറിൻ പുറത്തേക്ക് തള്ളിക്കളയാനുള്ള ഈ ലാസിക്സ് എന്നൊക്കെ പറഞ്ഞ മെഡിസിൻ ഉണ്ട്. അതൊക്കെ അനസീഷ്യ സൈഡിൽ നിന്ന് അവരത് കൊടുക്കും. അപ്പൊ ഈ ക്ലാമ്പ് നമ്മൾ പിടിപ്പിച്ച് തീർന്ന് കിഡ്നി ക്ലാമ്പ് എടുത്ത് രക്തോട്ടം കൂടുമ്പോഴത്തേക്ക് ഇതെല്ലാം കൊടുക്കും. അപ്പോഴാണ് ഈ ബ്ലഡ് പുതിയ കിഡ്നിയിലേക്കിടെ കയറി പുറത്തേക്ക് ഇറങ്ങുക. ഈ ബോഡിയിലുള്ള എല്ലാ ബ്ലഡും ഇതിനകത്തോടെ കയറി ഇറങ്ങുമ്പോഴാണ് ഇതിനകത്തോടെ യൂറിൻ വരുന്നത്. സോ നമ്മൾ എത്ര പെട്ടെന്ന് യൂറിൻ വരുന്നോ അത്രയും നല്ലതാണ് ആ കിഡ്നിയുടെ ലൈഫ്. അപ്പൊ നമ്മൾ ഈ ട്രാൻസ്പ്ലാന്റ് കിഡ്നി ഇപ്പൊ ഡോണറിന്റെ അകത്തുനിന്നും നമ്മൾ ആ കിഡ്നി പുറത്തേക്ക് എടുക്കണ ടൈം നമ്മൾ കിട്ടും, അത് ഏറ്റവും ചുരുക്കണം. അപ്പൊ 3 മിനിറ്റ് 4 മിനിറ്റ് അതിനകത്താണ് ഈ കിഡ്നി പുറത്തേക്ക് എടുക്കുന്നത്. നമ്മൾ വെരി പ്രിസൈസ്. അപ്പൊ 5 മിനിറ്റ്സ് ഓർ 3 മിനിറ്റ്സ്. അപ്പൊ എത്ര പെട്ടെന്ന് കിഡ്നി കട്ട് ചെയ്തെടുത്ത് ഐസിൽ വെക്കുന്നോ ആ കിഡ്നി ഈസ് ബെറ്റർ. അപ്പൊ ഞങ്ങളുടെ ടൈം ഓഫ് റിട്രീവൽ ഇസ് വെരി ലെസ്. അപ്പൊ 3 മിനിറ്റ്സ് ഓർ 4 മിനിറ്റ്സ് കട്ട് ചെയ്ത ഉടനെ ഇങ്ങ് എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അല്ല, അതൊക്കെ ഇതിനകത്ത് ഈ കിഡ്നി ഇപ്പൊ റിജക്ഷന്റെ കാര്യങ്ങളോ ബാക്കി കാര്യങ്ങളൊക്കെ വരുമ്പോൾ സർജിക്കൽ ആസ്പെക്ട് എത്രയും സേവ്. അപ്പൊ നമ്മൾ കിഡ്നി പിടിപ്പിക്കുന്ന സമയം ഏറ്റവും കുറച്ച് പിടിപ്പിക്കുക, കിഡ്നി എടുക്കുന്നത് ഏറ്റവും കുറയ്ക്കുക. ഐസിൽ വെച്ച് കഴിഞ്ഞാൽ കിഡ്നി ഈ സൊല്യൂഷൻ പോയിക്കൊണ്ടിരുന്നാൽ വലിയ കുഴപ്പമില്ല. എന്നിട്ട് അപ്പൊ ടൈം കുറയ്ക്കുക എന്നുള്ള. അപ്പൊ ചില ആൾക്കാർക്ക് യൂറിൻ വരാൻ ഇച്ചിരി ഡിലേ വരാം. ഇപ്പൊ കാർഡിയാക് പ്രോബ്ലം ഉള്ളവർക്ക് അപ്പൊ ചിലപ്പോൾ ഹാർട്ട് പമ്പിങ് ഒക്കെ 20%, 35% ഒക്കെ ഉണ്ടാവുള്ളൂ. അവർക്ക് രക്തം വരുന്നത് തന്നെ വളരെ കുറച്ചായിരിക്കും. അപ്പൊ കിഡ്നി പതുക്കെ രക്തമായി വരുള്ളൂ, യൂറിൻ വരാൻ സമയമെടുക്കും. അവർക്കൊക്കെ കിഡ്നി വർക്ക് ചെയ്ത് വരാൻ ഇച്ചിരി സമയമെടുക്കാം. പല കോംപ്ലിക്കേഷൻസ് ഉള്ള ആൾക്കാരുണ്ട്, പല രക്തക്കുഴലിന്റെ പ്രോബ്ലം, ഷുഗർ, പ്രഷർ, ബ്ലീഡിങ് ടെൻഡൻസി ഉള്ളവര്, അങ്ങനെയൊക്കെ കുറെയൊക്കെ ഈ കിഡ്നി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് നോർമലിലേക്ക് വരാം. ഇപ്പോൾ പേഷ്യന്റ് റെസിപ്പിയന്റ് ആൻഡ് ഡോണർ സർജറി സക്സസ്ഫുള്ളി കഴിഞ്ഞു. രണ്ടുപേരും ICUലാണോ പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി, അതോ ഡസ് ദി ഡോണർ ഗോ ടു ദ റൂം? ഇല്ല, ഡോണർ നമ്മളത് കഴിഞ്ഞാലും ഡോണർ വെരി ക്ലീൻ സർജറി, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അത് കഴിഞ്ഞാലും ഒരു കാത്തീറ്റർ, ഒരു ട്യൂബ് ഉണ്ടാവും, ഒരു ഡ്രെയിനും ഉണ്ടാവും. അന്നൊരു ദിവസം പോസ്റ്റ് ഓഫ് കെയർ ICU, പോസ്റ്റ് ഓഫ് കെയർ ICU അന്ന് കിടക്കും, ഒബ്സർവേഷൻ. പിറ്റേ ദിവസം രാവിലെ മുറിയിലേക്ക് മാറും. പിറ്റേ ദിവസം തന്നെ ഈ ഡ്രെയിനും ട്യൂബും ഒക്കെ എടുക്കും, വേറെ കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞ് ഒരു ദിവസം കൂടെ കഴിയുമ്പോൾ 1 or 2 ദിവസം കൂടെ കഴിഞ്ഞാൽ അവർ വീട്ടിലേക്ക് പോകും. അപ്പൊ ഒരു 2 days ആണ്, 2 or 3 days മാക്സിമം ഹോസ്പിറ്റൽ സ്റ്റേ. റെസിപ്പിയന്റ് ആ സമയത്ത് ഇത് കഴിഞ്ഞാൽ റെസിപ്പിയന്റ് ട്രാൻസ്പ്ലാന്റ് ICUലായിരിക്കും. മിനിമം 5 ദിവസം അവരവിടെ ഉണ്ടാവും. എന്ന് വെച്ചാൽ കിഡ്നി വെച്ച് കഴിഞ്ഞാലുള്ള പല ബ്ലഡ് വേരിയേഷൻസ്, മെഡിക്കേഷൻസ്, സ്കാൻ ചെയ്ത് നോക്കല്, അതിൻ്റെ ക്രിയാറ്റിൻ വേരിയേഷൻസ്, ഇൻഫെക്ഷൻ്റെ ഇത് കാര്യങ്ങളൊക്കെ അവർ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റെറൈലായിട്ട് വേണം ആ കാര്യങ്ങളെല്ലാം നോക്കാനായിട്ട്. അപ്പൊ 5 ദിവസം മൂത്രക്കുഴലിൽ ഈ ട്യൂബ് ഉണ്ടാവും. ഒരു കുഴപ്പമില്ല. ചില ആൾക്കാർക്ക് മൂത്രക്കുഴലിന്റെ പ്രശ്നം വരാം, ബ്ലോക്ക് വരാം, മൂത്രക്കുഴൽ അടഞ്ഞിരിക്കുന്നവരായിരിക്കാം. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ട്യൂബ് കുറച്ച് നാളിടും, അല്ലെങ്കിൽ 5-ാം ദിവസം ട്യൂബ് എടുക്കും.
അപ്പോഴത്തേക്കും ഈ കിഡ്നി പിടിപ്പിച്ച ഭാഗമൊക്കെ ഒന്ന് ഉണങ്ങി ആവും. അപ്പൊ ഈ സൈഡിലെ ഡ്രെയിൻ ഇവിടെയൊക്കെ ഉണ്ടാവും. അതൊക്കെ പതുക്കെ, അപ്പൊ 5-ാം ദിവസം ഒരു കുഴപ്പമില്ല, കിഡ്നി എല്ലാം ഫങ്ഷനിങ് വെൽ, പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ മുറിയിലേക്ക് മാറ്റും. അപ്പൊ മുറിയിൽ ചിലപ്പോൾ ഒരു 5 days 6 days ചിലപ്പോൾ ഉണ്ടാവും. പക്ഷെ ഇടയ്ക്ക് കിഡ്നി ഇച്ചിരി ഫങ്ഷൻ കുറഞ്ഞു വരുന്നവർക്ക്, മരുന്നുകൾ കൂടുതൽ വേണ്ടവർക്ക് ടൈം വേണ്ടി വരാം, ഡിലേ ചെയ്ത് പോകാൻ. So average 10 days, ആ 10 to 12 days. അതെ, മിക്കവാറും ഒരു Hospital stay. ഹോസ്പിറ്റൽ സ്റ്റേ വരും. ഇപ്പൊ പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഏജ്, റെസിപ്പിയന്റിന്റെ ഏജ്, ഇപ്പൊ ഒരു 35 വയസ്സായുള്ള ഒരാളാണ് കിഡ്നി ഫെയിലർ ആയിട്ട് വന്ന് ചെയ്യുന്ന, അവരുടെ ബോഡിയൊക്കെ ഇത് വളരെ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്ത് വരും. ചിലപ്പോൾ രണ്ടാഴ്ച ഒക്കെ, ചിലപ്പോൾ ഒരാഴ്ചയും കൊണ്ട് ദേ വിൽ ബി ഓൾ ഫൈൻ, മുറിവൊക്കെ പെട്ടെന്ന് ഉണങ്ങും. ഒരു 60 വയസ്സുള്ള ഒരാളുടെ ഷുഗറും പ്രഷറും ബാക്കി എല്ലാം ഉള്ളതായിട്ട് ഉണങ്ങാനും പ്രശ്നം, തടിയുള്ളവർക്ക്. അപ്പൊ അതിനൊക്കെ ഈ റെസിപ്പിയന്റ്, ഡോണർ എല്ലാം ഒരുപോലെ തന്നെ പോകും, ഡോണറിന്റെ പ്രത്യേകിച്ച് എല്ലാം ഇല്ല. റെസിപ്പിയന്റ് പല ആൾക്കാർ, പല പ്രശ്നമുള്ള ആൾക്കാർ വരാം. അപ്പൊ അവർക്കൊക്കെ വളരെ റെസ്പോണ്ട് ചെയ്ത്. പിന്നെ ഈ കിഡ്നി ഇത് കഴിഞ്ഞാൽ ഈ കിഡ്നിയുടെ ഇമ്മ്യൂണോ സപ്രഷൻ ലെവൽ വേരിയേഷൻ, ക്രിയാറ്റിൻ ചിലപ്പോൾ ചില ആൾക്കാർക്ക് കുറയാൻ ബുദ്ധിമുട്ട്, അങ്ങനെയൊക്കെ വരാം. പിന്നെ റിജക്ഷന്റെ പ്രോബ്ലംസ് അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെയാണ് നെഫ്രോസൈഡിൽ നിന്ന് അവർ നോക്കുന്നത്. സർജിക്കൽ സൈഡിൽ നിന്ന് ഇത് കഴിഞ്ഞാൽ നമ്മൾ ആ ബാക്കി വൂണ്ടും ആ ഡ്രെയിനും ഒക്കെ നോക്കുക, ട്യൂബ് എടുക്കുക. ഈ സ്റ്റെൻഡ് എടുക്കല് നമ്മൾ 1 മാസം ആകുമ്പോൾ എല്ലാവർക്കും കൊടുക്കും. സ്റ്റെൻഡ് എടുക്കുന്നത് നമ്മൾ അവിടെ സൈഡിൽ OP-യിൽ ഒരു മുറിയിലാണ്, തിയേറ്ററിലൊന്നും കയറണ്ട, മൂത്രക്കൊള്ളിനകത്തോടെ ഒരു ചെറിയ ട്യൂബ് ഇട്ട് ആ സ്റ്റെൻഡ് പിടിക്കണം. 5 മിനിറ്റത്തെ കാര്യം സ്റ്റെൻഡ് എടുക്കുക. ഇപ്പോൾ പേഷ്യന്റ് സക്സസ്ഫുള്ളി ICU മാറി റൂമിലേക്ക് എത്തി, ദേ ആർ ഗെറ്റിംഗ് ഡിസ്ചാർജ്. ഇപ്പോൾ ഒരു പോസ്റ്റ് ഓപ്പറേറ്റീവ് പ്രോട്ടോകോൾ ഫോർ ഡോണർ, ഫോർ റെസിപ്പിയൻ എന്തായി? ഫോർ ഡോണർ എന്താ വെച്ചാൽ, നമ്മള് ഈ നേരത്തെ പറഞ്ഞ പോലെ ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഈ 3rd day ഒക്കെ ആകുമ്പോഴത്തേക്കും ഡേ പോകും. പോയി കഴിഞ്ഞാൽ ഒരാഴ്ച കഴിയുമ്പോൾ അവര് നമ്മൾ റിവ്യൂവിന് വരും. അവരുടെ ആ മുറിവ് നമുക്ക് നോക്കണം. അപ്പൊ ഈ ഡോണർ ആണെങ്കിലും ഇച്ചിരി തടിയുള്ള ആൾക്കാരാണെങ്കിൽ ആ മുറിവ് ഉണങ്ങാൻ, അകത്തെയൊക്കെ വിത്തിൻ 3-4 days എല്ലാം ഉണങ്ങിയിട്ടുണ്ടാവും, വേറെ ഒന്നും പ്രത്യേകിച്ചില്ല. പുറത്ത് ഉണങ്ങിയെന്നുള്ള സ്റ്റിച്ച് എല്ലാം ഞങ്ങൾ ഇടുന്നതൊക്കെ തന്നെ അലിഞ്ഞു പോകുന്ന സ്റ്റിച്ചാണ്. അപ്പൊ നമ്മൾ ഈ എടുക്കേണ്ട പരിപാടി തന്നെ എല്ലാവരുടെയും അലിഞ്ഞു പോകുന്നതാണ്. ഒരാഴ്ച കഴിഞ്ഞ് നമ്മൾ കാണുന്നു, ഒരാഴ്ച കഴിയുമ്പോൾ അവരോട് യൂഷ്വലി ഞങ്ങൾ ഒരു 2 weeks റെസ്റ്റ് പറയും, ഈ കിഡ്നി എടുത്ത ഭാഗമൊക്കെ ഒന്ന് ഉണങ്ങാനായിട്ട്. അപ്പൊ 2 ആഴ്ചയും കൊണ്ട് ഏകദേശം ആദ്യത്തെ ഇല്ല, ഒരിക്കലും ഞങ്ങൾ ബെഡ് റെസ്റ്റ് പറയില്ല. വീട്ടില് അത്യാവശ്യം കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കാം, ഇരിക്കാം, ഈ പുറത്തേക്ക് ഇറങ്ങി നടക്കലും പരിപാടികളൊക്കെ അത്യാവശ്യം വേണ്ട. അപ്പൊ അതാണ് ഈ റെസ്റ്റ് എന്ന് ഉദ്ദേശിച്ചത്. 1 week ഒരാഴ്ചയാണ്. ഒരാഴ്ച കഴിഞ്ഞ് ഞങ്ങളെ കാണാൻ വന്നു കഴിയുമ്പോൾ ചില ആൾക്കാർക്ക് ഒരു പെയിനും ഇല്ല, ഒരു പ്രശ്നവും ഇല്ല, ദേ ക്യാൻ സ്ലോലി കാര്യങ്ങൾ. അപ്പൊ ജോലി തുടങ്ങുന്നതൊക്കെ 2 ആഴ്ച കഴിഞ്ഞ് ഒരു 3 weeks ഒക്കെ ആകുമ്പോഴത്തേക്കും മതി. അപ്പൊ ഈ മുറിവ് അല്ലെങ്കിൽ അവർ സ്ട്രെയിൻ ചെയ്ത് പല കാര്യങ്ങളും വെയിറ്റ് എടുക്കലും ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഈ മുറിവ് ഉണങ്ങാൻ ബുദ്ധിമുട്ട് വരും, പുറത്തെ മുറിവ്, അല്ലാണ്ട് അകത്തെ വേറെ ഒന്നുമില്ല. അപ്പൊ നമ്മൾ വരുമ്പോൾ മുറിവൊക്കെ നോക്കുക. ഈ വിത്തിൻ 1 month നമ്മൾ ക്രിയാറ്റിൻ, ഡോണറിന്റെ ക്രിയാറ്റിൻ എല്ലാം നമ്മൾ ചെക്ക് ചെയ്യും. അപ്പൊ അത് യൂഷ്വലി എന്ന് വെച്ചാൽ ഒരു വൃക്ക നമ്മൾ ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ വൃക്ക ഇച്ചിരി സമയം എടുക്കും ആ ലോഡ് അങ്ങ് എടുത്ത് വരേണ്ട. അപ്പൊ മിക്ക ആൾക്കാർക്കും ക്രിയാറ്റിൻ നോർമലായി, ചില ആൾക്കാർക്ക് ചെറിയ റേസ് കാണും. അപ്പൊ ദാറ്റ് വിൽ ടേക്ക് അറൌണ്ട് 1 to 2 months, ചിലപ്പോൾ 3 months ടു അബ്സല്യൂട്ട്ലി നോർമലൈസ്. അപ്പൊ അതൊരു പീക്ക്. അപ്പൊ നമ്മൾ അത് ഫോളോ അപ്പ് ചെയ്യുക. അപ്പൊ 1 month വരിക, പിന്നെ 3 months വരിക. അപ്പൊ 3 months വന്നു കഴിഞ്ഞ് വേറെ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ 6 months അല്ലെങ്കിൽ ഇയർലി നമ്മൾ നോക്കും. അതാണ് ഡോണറിന്റെ പ്രോട്ടോകോൾ. അപ്പൊ വിത്തിൻ 3 weeks കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ 1 മാസം ആകുമ്പോഴത്തേക്കും അങ്ങനെ ബെഡ് റെസ്റ്റോ കാര്യമോ ഒന്നും, 3 ആഴ്ച ആകുമ്പോഴത്തേക്കും അവർക്ക് പഴയ പോലെ എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്യാം, വർക്ക് ചെയ്യാം, അതൊക്കെ ചെയ്യാം. ചില ആൾക്കാർ 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും തന്നെ ജോലിക്ക് പോകും. അപ്പൊ നമ്മൾ ഇവരെ ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്തുവാണ്. നമ്മൾ പൊക്കോ വർക്ക് ചെയ്തോന്ന് പറഞ്ഞാൽ രാവിലെ നടക്കാനും പിടിക്കാൻ എല്ലാത്തിനും പോകും. അപ്പൊ അതുകൊണ്ടൊന്ന് ഹോൾഡ് ചെയ്ത് വെക്കാന്ന് മാത്രമല്ല, ദേ ഹാവ് നോ പ്രോബ്ലം. റെസിപ്പിയൻ സൈഡിൽ നിന്ന് നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് പോയാൽ ദേ ഹാവ് ടു ബി കെയർഫുൾ. അപ്പൊ ആദ്യത്തെ ഒരു 1 month 2 months അടുത്ത 1 month, ചില ആൾക്കാർക്ക് 2 months, അവര് തൊട്ടടുത്ത് ദേ ഹാവ് ടു സ്റ്റേ. എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് ബ്ലഡ് ടെസ്റ്റുകൾ, ഈ ഇമ്മ്യൂണോ സപ്രഷന്റെ മെഡിക്കേഷൻസ് ഒക്കെ, അതൊക്കെ നെഫ്രോളജിയിലാണ് ഫോളോ അപ്പ്. ഞങ്ങള് ഒരാഴ്ച കഴിഞ്ഞ് അവർ ഡിസ്ചാർജ് ചെയ്ത് വരുമ്പോൾ മുറിവ് നോക്കുക. അവരുടെയൊക്കെ ഇടുന്നത് ഈ സ്റ്റിച്ച് അലിഞ്ഞു പോകാത്ത സ്റ്റിച്ചാണ്. എന്താന്ന് വെച്ചാൽ
നേരത്തെ അലിഞ്ഞു പോയാൽ ഈ വൂണ്ട് ഉണങ്ങൂല. ഇത്രയും ഈ ചില ആൾക്കാരുടെയൊക്കെ ഷുഗർ ഒക്കെ കൂടും. ഈ സ്റ്റിറോയിഡും ബാക്കി എല്ലാം ചെല്ലണം, എന്നാലേ ഈ കിഡ്നി അവിടെ ഇരിക്കുകയുള്ളൂ റിജക്ഷൻ ഇല്ലാതെ. അപ്പൊ അത് റിജക്ഷൻ ഇല്ലാതെ ഇരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് സർജറി കഴിഞ്ഞ്. അപ്പൊ വളരെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് മെഡിസിൻസ് എല്ലാം കഴിക്കുക, ഷുഗർ അണ്ടർ കൺട്രോൾ, ബാക്കി ഇൻഫെക്ഷൻ വരാതിരിക്കാനുള്ള മരുന്നുകൾ, കാർഡിയാക്ക് ബാക്കി പ്രോബ്ലംസിനുള്ള മെഡിസിൻസ് എല്ലാം സ്ട്രിക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യുക. അപ്പൊ മുറിവുകൾ നോക്കുക. അവർക്കും ഈ പറഞ്ഞ പോലെ ബെഡ് റെസ്റ്റ് ആയിട്ട് നമ്മൾ പറയില്ലേ, ഇവിടുന്ന് പോകുമ്പോഴത്തേക്ക് ഒരു 2 വീക്സിന് ചിലപ്പോൾ 10 days അതിൽ കുറവായിട്ടായിരിക്കും പോകുന്നത്. അപ്പൊ നടക്കണം, ദേ ഷുഡ് വാക്ക് ലിറ്റിൽ. അപ്പൊ ഈ സ്റ്റെന്റ് അകത്ത് കിടക്കുമ്പോഴുള്ള മൂത്രം ഒഴിക്കാനുള്ള ചെറിയ ഇറിറ്റേഷൻ ഉണ്ടാവാം, സ്റ്റെൻഡ് ചെയ്യാനെങ്കിക്കൊണ്ടിരിക്കും. അപ്പൊ ചിലപ്പോൾ നീറ്റല്, പോച്ചല്, ചെറിയ വേദന ഇതൊക്കെ വരാം. അത് ആ സ്റ്റെൻഡ് എടുത്തു കഴിഞ്ഞാൽ അത് മാറിക്കൊള്ളും. അതൊക്കെയാണ് അതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ. ഈ ഒരു ഇമ്മ്യൂണോസപ്രസൻസ് എത്ര കാലം കഴിക്കണം? അത് ലൈഫ് ലോങ് കഴിക്കും. ഇമ്മ്യൂണോസപ്രസൻസ് നിർത്താൻ പാടില്ല. അതിന്റെ ഡോസേജ് ഓൾട്ടർ ചെയ്യും. അപ്പൊ അതിലും ചില ആൾക്കാർ, ചില റെസിപ്പിയൻസ് അറിയാതെ അല്ലെങ്കിൽ വിട്ടുപോകുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ മതി കിഡ്നി ഫെയിലിയറിലേക്ക്, പ്രൈമറി കിഡ്നി ഫെയിലിയറിലേക്ക് വരാനായിട്ട്. പിന്നെ അതല്ലാതെ ഒരു ഇൻഫെക്ഷൻ, ഇപ്പൊ ഈ ഒരാൾക്ക് ചിലപ്പോൾ ഒരു 2 മാസം കഴിഞ്ഞ് ഒരു ചെസ്റ്റിന് ഒരു ഇൻഫെക്ഷൻ വന്നാൽ മതി. ആ ഇൻഫെക്ഷൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർക്കൊക്കെ ഇൻഫെക്ഷൻ ഒരു ചെറിയ ചുമയായിട്ടായിരിക്കും പുറത്ത് കാണുന്നത്. ഈ മരുന്നെല്ലാം പോകുന്നതുകൊണ്ട് ശരിക്കും അകത്ത് നല്ല രീതിയിൽ ഇൻഫെക്ഷൻ, അതിനാണ് ഈ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഫോളോ അപ്പ് പറയുന്നത്. ഇൻഫെക്ഷന്റെ വ്യാപ്തി ചിലപ്പോൾ അത് പകുതിയായിട്ട് കുറച്ചേ കാണിക്കൂ. അപ്പൊ ചെസ്റ്റില് എക്സ്റേയും ബാക്കിയെല്ലാം എടുക്കുമ്പോഴായിരിക്കും നല്ല ഇൻഫെക്ഷൻ, ആൾക്കൊരു ചെറിയ ചുമയുണ്ടാവും, ചിലപ്പോൾ ഒരു പനി പോലും ഉണ്ടാവില്ല. അപ്പൊ ഈ കോവിഡ് വന്ന ടൈമില് പല ആൾക്കാർക്കും എന്താന്ന് വെച്ചാൽ ഈ സ്റ്റിറോയിഡും ബാക്കിയൊക്കെ ഒരു ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ ആയിരുന്നു. അപ്പൊ ഈ ട്രാൻസ്പ്ലാന്റ് പേഷ്യൻസിന് എല്ലാവരും സ്റ്റിറോയിഡിലാണ് പോകുന്നത്. അപ്പൊ കുറെ പേഷ്യൻസ്, അപ്പൊ എല്ലാവർക്കും ഞങ്ങൾക്കും ഒക്കെ ഇതായിരുന്നു. നമ്മൾ ഈ ചെയ്ത എല്ലാ ട്രാൻസ്പ്ലാന്റ് പേഷ്യൻസിനും ഈ ഇമ്മ്യൂണോസപ്രഷൻ കുറഞ്ഞുകൊണ്ട് ഇവർക്കൊക്കെ പ്രശ്നമല്ലാതെ കൂടാന്നുണ്ട്. പക്ഷെ ആ സമയത്ത് കോവിഡ് ടൈമില് അവര് പറഞ്ഞു ഈ ഇമ്മ്യൂണിറ്റി ഇച്ചിരി കുറയ്ക്കണം എന്നുള്ളൊരു കാര്യം പല സ്ഥലത്തും വന്നായിരുന്നു. ചില പേഷ്യൻസിന് സിവിയർ ഇൻഫെക്ഷൻ വന്നത്, പക്ഷെ മിക്ക ആൾക്കാർക്കും വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. ചിലപ്പോൾ സ്റ്റിറോയിഡ് കൊണ്ടാവാം. എന്ന് വെച്ചാൽ കോവിഡിന്റെ ഒരു ട്രീറ്റ്മെന്റ് തന്നെ സ്റ്റിറോയിഡ് ആയിരുന്നു. അപ്പൊ ദാറ്റ് ആ ഇമ്മ്യൂണിറ്റി കുറച്ച് ദേ ഹാവ് ടു ബി വെരി കെയർഫുൾ. ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് 3 months കഴിഞ്ഞാൽ അവർക്കൊരു റൊട്ടീൻ കാര്യങ്ങൾ ലൈഫിലേക്ക് തേക്കാൻ പോകും. എല്ലായിടത്തും പോവാം, പുറത്തു പോവാം. കെയർഫുൾ ആയി മരുന്ന് നിർത്തരുത് എന്ന് മാത്രം ഫോളോ അപ്പും കറക്റ്റായിട്ട് വേണം. ഇതില് ഈ കിഡ്നി ഫെയിലിയർ ആവാൻ ആൽക്കഹോൾ ഹൗ മച്ച് ഡസ് ഇറ്റ് കോൺട്രിബ്യൂട്ട്? പിന്നെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞു, ഷുഡ് ദേ കൺസ്യൂം ആൽക്കഹോൾ ഓർ നോട്ട്? ആൽക്കഹോൾ ഒരു വലിയ ചർച്ചയാണ് എപ്പോഴും. അപ്പൊ കിഡ്നി എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ചെറിയ ഇതില് കഴിക്കാമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ദാറ്റ് ഇസ് ഡെഫിനറ്റ്ലി. ഇതെന്ന് വെച്ചാൽ ഇതെന്താന്ന് വെച്ചാൽ ഇങ്ങനെ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഈ ബ്ലഡ് തിന്നിങ് പ്രോപ്പർട്ടി ആൽക്കഹോളിന് ചെറിയ രീതിയിലുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പല കാർഡിയോളജി അപ്പൊ ചെറിയ ഡോസിൽ കഴിക്കുമ്പോൾ കാർഡിയാക് പ്രോബ്ലംസ് കുറയുന്നു. പക്ഷെ എന്നാൽ അത് തിരിച്ചു വരുമ്പോൾ കൊളസ്ട്രോൾ തൊട്ട് ട്രൈഗ്ലിസറൈഡ് തൊട്ട് എല്ലാ സാധനവും ഇത് കൂട്ടും. അപ്പൊ കിഡ്നിക്ക് ഒരു ചെറിയ പ്രോബ്ലം, ഓവർ ഡോസേജ് ഓഫ് ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആൽക്കഹോൾ എന്ന് മാത്രമേ പറയുള്ളൂ. എത്ര പെഗ് കഴിക്കും, എത്ര എണ്ണം കഴിക്കും എന്നുള്ളത് ആരും കൺസംഷൻ ഇസ് വി ആർ നോട്ട് സെയിം. അപ്പൊ കൺസംഷൻ കൂടിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ അഫക്ട് ദ കിഡ്നി ആൻഡ് ദ ലിവർ. കൺസംഷൻ കൂടിക്കഴിഞ്ഞാൽ പ്രോസ്റ്റേറ്റ് എല്ലാ ആണുങ്ങൾക്കും 50 വയസ്സ് കഴിഞ്ഞാൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ പ്രോബ്ലം ഉണ്ടാവും. അത് ചെറുതായാലും വലുതായാലും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി നമ്മൾ യൂറിൻ പോകുന്നതിന്റെ അവിടെയുള്ള കാര്യം. ആൽക്കഹോൾ കൂടിക്കഴിഞ്ഞാൽ പ്രോസ്റ്റേറ്റിന്റെ അവിടെ കൺജഷൻ വരും, മൂത്രം ഒഴിക്കാൻ വരെ പ്രോബ്ലം ഉണ്ടാവും. അപ്പൊ അത് നമ്മുടെ ബോഡിയുടെ പ്രശ്നമായിട്ട് കരുതരുത്, ആൽക്കഹോൾ കൊണ്ട് മാത്രം വരുന്നതാണ്. അപ്പൊ പ്രോസ്റ്റേറ്റും ട്രീറ്റ് ചെയ്യാൻ അറ്റ് ദ സെയിം ടൈം വി ഷുഡ് റെഡ്യൂസ് ആൽക്കഹോൾ. അപ്പൊ പ്രോസ്റ്റേറ്റിന് മരുന്ന് കഴിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ ഒരു ഡോക്ടറെ രാത്രി ഒരു പെഗ് കഴിക്കാവോ എന്ന് ചോദിക്കും. കഴിച്ചോ, മൂത്രം പോകാൻ ബുദ്ധിമുട്ട് വന്നാൽ അത് നിർത്തേണ്ടി വരും. ഇപ്പൊ നമ്മളെന്താ പറയാ. അപ്പൊ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ഓൾവേസ് യെസ്. അപ്പൊ ചെറിയ തോതിൽ ഇതാണെങ്കിൽ വലിയ കുഴപ്പമില്ല. പക്ഷെ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ ഒരാൾക്ക് നമ്മൾ ഇത് ഏത് രീതിയിൽ എഫക്ട് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ ഐഡിയലി അവർ എടുക്കാൻ പാടില്ല. സ്മോക്കിംഗ്, ആൽക്കഹോൾ, ഈ വക കാര്യങ്ങളൊന്നും പാടില്ല. മോഡിഫിക്കേഷൻ വേണം. ദാറ്റ് ഹാസ് ടു. ഞങ്ങളുടെയും ഇഷ്ടം പോലെ പേഷ്യൻസ് ഉണ്ട് ബിഫോർ ദ ട്രാൻസ്പ്ലാന്റ്സ് അവർ ഇഷ്ടം കൺസ്യൂം ചെയ്തുകൊണ്ടിരുന്നതും ഒക്കെ ഉണ്ട്.
അവരിത് കഴിഞ്ഞ് ദേ ഹാവ് സ്റ്റോപ്പ്. എന്ന് വെച്ചാൽ വേറെ കാര്യം, ഈ ആൽക്കഹോൾ, ഈ ഒരു 10-12 മെഡിസിൻസ് ഉണ്ട് ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ ഒരാൾക്ക് കഴിക്കാനായിട്ട്. ഇതിൽ ഏത് മെഡിസിൻ ആയിട്ട് എങ്ങനെ ഇന്ററാക്ട് ചെയ്യും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ബോഡിയിലെ ഫുൾ നമ്മുടെ ആ ഒരു ബാലൻസ് ഉണ്ടല്ലോ, അതൊക്കെ ഇവിടെ മാറിയിരിക്കുമായിരിക്കും. അപ്പൊ മരുന്നിലും എല്ലാം കിഡ്നി ഇത് വച്ചിട്ടായിരിക്കും നമ്മളത് പോകുന്നത്. ഇത് അപ്പൊ ഹൗ ഇറ്റ് വിൽ എഫക്ട് എന്നുള്ളൊരു കാര്യം. അടുത്ത കാര്യം, ആൽക്കഹോൾ ലിവറിനെ ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്ന കാര്യമാണ്. കിഡ്നി മാറ്റി വെച്ച് കഴിഞ്ഞാൽ ലിവറിന്റെ ഒരു വേരിയേഷൻ വന്നാൽ ഈ കിഡ്നി ലിവറും ഒക്കെ പോകും. അതാണ്. പിന്നെ ലിവർ പ്ലസ് കിഡ്നി ട്രാൻസ്പ്ലാന്റ് വരുന്ന ആൾക്കാർക്കുണ്ട്. അപ്പൊ കിഡ്നീനെ വൃക്കേനെ അല്ലെ ഈ ലിവറിനെ ചെറുതായിട്ട് ഈ ആൽക്കഹോളിന് എഫക്ട് ചെയ്ത ഹെപ്പറ്റോ റീനൽ സിൻഡ്രോം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ലിവർ വഴി കിഡ്നീനെ എഫക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മള് അത് ആൽക്കഹോൾ ആസ് സച്ച് ഇസ് ബാഡ്. അത് ഏത് ലെവലിലാണെങ്കിലും അത് ബാഡാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ആസ്പിരിനും ബാക്കി കാര്യങ്ങളും മെഡിസിനും എല്ലാം നല്ല എന്നല്ല ഞാൻ പറയണത്. പക്ഷെ ഇതിനെ അഫക്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ഓൾവേസ്. അപ്പൊ അത് അങ്ങനെ കുടിക്കണമെന്ന് നിർബന്ധം, അല്ലെങ്കിൽ ചെറിയ ഡോസിൽ കഴിക്കണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ കുറച്ചാവാം. പക്ഷെ ആഫ്റ്റർ ട്രാൻസ്പ്ലാന്റ് നോ. ബിഫോർ ട്രാൻസ്പ്ലാന്റ് ഇതിലേക്ക് നയിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് തൊടാൻ പാടില്ല. അതാണ് അതിനകത്ത്. പിന്നെ ക്യാൻസർ ചേഞ്ചസ്, ഇറ്റ് ഇസ് ഡെഫിനറ്റ്ലി ഒരു കാർസിനോജൻ ആയിട്ട് തന്നെ നമുക്ക് കരുതാം. അത് എപ്പോ എങ്ങനെ നമ്മളെ എഫക്ട് ചെയ്യുന്ന, ലിവർ ക്യാൻസർ വരാവുന്നതാണ് ആഫ്റ്റർ ദിസ്. ഇത് ഡയറക്ട്ലി കിഡ്നി ക്യാൻസറോ അങ്ങനെ കാര്യങ്ങളോ എഫക്ട് ചെയ്യില്ല. പക്ഷെ റീനൽ ഫെയിലിയർ പല രീതിയിലും അത് എഫക്ട് ചെയ്യാം. ആൽക്കഹോൾ കൺസംഷൻ കൂടിക്കഴിഞ്ഞാൽ കൊളസ്ട്രോളും ഇതും പാൻക്രിയാസ് ഒക്കെ അഫക്ട് ചെയ്ത് ഡയബറ്റിസ് വരാം. ഡയബറ്റിസ് മതി കിഡ്നി ഫെയിലിയർ വരാൻ. ഇറ്റ് ഇസ് ഇറിവേഴ്സിബിൾ. എവറിത്തിങ് ഇസ് കണക്റ്റഡ്. അല്ലാണ്ട് ആൽക്കഹോൾ നേരിട്ട് ഇപ്പൊ ഒരു 30 ml ആരെങ്കിലും ഒഴിച്ചു ഒന്ന് കഴിച്ചു എന്ന് വെച്ചാൽ അത് നേരിട്ട് നാളെ കിഡ്നി പോയി എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ബട്ട് യു ഹാവ് ടു ബി കെയർഫുൾ. Someday something may happen. Yes. So now we've got a complete idea, pre-operative, operative and post-operative protocol. ഇപ്പോൾ ഞാൻ സാറ് നേരത്തെ പറഞ്ഞു, you, your father and the complete Lakeshore team have completed around 3,300 surgeries at Lakeshore, which is I think a milestone and even a record. Correct. So congratulations to your team. Thank you very much. പിന്നെ പഠിപ്പിച്ച സർ പറഞ്ഞു, more the number of surgeries also come with a baggage of complications. Yeah. അപ്പോ ഒരു കോംപ്ലിക്കേഷൻസ്, വാട്ട് ഓൾ ക്യാൻ എ പേഷ്യന്റ് എക്സ്പെക്ട് പോസ്റ്റ് സർജറി? ഇപ്പൊ നമ്മുടെ നേരത്തെ പറഞ്ഞ റെസിപ്പിയന്റ് സർജറി എല്ലാം അപ്പൊ ഒരു 90% ഒരു കുഴപ്പമില്ലാതെ പറ്റി. ബട്ട് ഈ പറഞ്ഞ പോലെ സ്ട്രോങ് കേസ് ആകുമ്പോൾ ഇടയിൽ 2 കാര്യങ്ങൾ കുറച്ച് ഉണ്ടാവാം. അതില് ഒരു പേഷ്യന്റെ വല്ലാതെ എഫക്ട് ചെയ്തൊരു കാര്യം ഈ റിജക്ഷന്റെ കാര്യം തന്നെയാണ്. അപ്പൊ ഇതിനു മുമ്പ് വളരെ സ്ട്രിഞ്ചന്റ് മെഷേഴ്സ് എടുക്കുന്നതാണ്. ഈ ഡോണറിന്റെ എല്ലാം ക്രോസ് മാച്ചിങ്ങും ഇതും കാര്യങ്ങളും പല പ്രാവശ്യം ചെയ്തും എല്ലാം ചെയ്ത് കഴിഞ്ഞ് ട്രാൻസ്പ്ലാന്റ് ഈ എങ്ങനെയൊക്കെ നോക്കിയാലും ഈ കിഡ്നി ഈ പേഷ്യന്റെ ദേഹത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ബോഡിയിലുള്ള ഈ രക്തം മുഴുവൻ ആ വൃക്കയിലേക്ക് കയറി ഇറങ്ങി പോകുന്നു. അപ്പോഴേ അതിന്റെ ഫൈനൽ ഇത് വരും. അതിനു മുമ്പ് നമ്മൾ മാക്സിമം പ്രിവെന്റ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാം. മരുന്നുകള്, കാര്യങ്ങള്, ടെസ്റ്റുകൾ എല്ലാം ചെയ്യാം. ബാക്കിയൊക്കെ ദൈവത്തിൻ്റെ. അപ്പൊ എപ്പോഴും നമ്മൾ ചെയ്യുമ്പോഴും ആദ്യത്തെ പ്രാർത്ഥന ഈ പേഷ്യന്റ് ഒരു കുഴപ്പമില്ലാതെ സക്സസ്ഫുൾ ആയിട്ട് ഒരു പ്രശ്നമില്ലാതെ രക്ഷപ്പെട്ടു. അത് ഏത് സർജറി ആയാലും ഏത് പേഷ്യന്റ് ആയാലും ഇത് തന്നെയാണ്. നമ്മളത് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ ദാറ്റ് ബിലീഫ് ഇസ് ഓൾവേസ് ദെയർ. എന്നാലും ഈ ഒരു പേഷ്യന്റിന്റെ കാര്യം ഞങ്ങൾ പറയാം. അപ്പൊ ഈ റിജക്ഷൻ പല ടൈപ്പ് ഉണ്ട്. അക്യൂട്ട് റിജക്ഷൻ ഉണ്ട്. ഇപ്പൊ ഒരു 5 ദിവസം, ഒരാഴ്ച കഴിഞ്ഞിട്ട് റിജക്ഷൻ, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് റിജക്ട് ചെയ്യുന്ന വരാം. യൂറിൻ ഔട്ട്പുട്ട് പെട്ടെന്ന് കുറയാം. അത് ചെറിയ രീതിയിലുള്ള ഈ ATN എന്നൊക്കെ പറഞ്ഞാൽ ഈ കുറച്ച് കഴിയുമ്പോൾ അതിന്റെ ഫ്ലോ ഒന്ന് കുറയും. ചിലപ്പോൾ ആദ്യത്തെ 2 ദിവസം നല്ല യൂറിൻ ആയിരിക്കും, പിന്നെ അത് കുറയും. അപ്പൊ ഒരു ബയോപ്സി ചെയ്ത് നോക്കണം എന്താണ് പ്രശ്നം, അതിനുള്ള മരുന്നുകൾ കൊടുക്കുക. ചിലത് തന്നെ റിക്കവർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതാണ് ഈ ഇനീഷ്യൽ 2-3 ആഴ്ചയിലുള്ള ഇത്. റിജക്ഷൻ വന്നാലും അത് കൗണ്ടർ ചെയ്യാനുള്ള മെഡിസിൻസും നെഫ്രോളജി സൈഡിൽ നിന്ന് അവർ മരുന്നുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അപ്പൊ അത് ഈ കഴിഞ്ഞ സർജറി കഴിഞ്ഞിട്ടുള്ള പീരീഡിലുള്ള റിജക്ഷൻസ് ഉണ്ടാവാം. അതൊക്കെ കുറെ മിക്കതും
ഒരു 95-96% അത് റിക്കവർ ചെയ്ത് പോരും. ഡിലേഡ് ഉണ്ട്, ചിലപ്പോൾ 3 മാസം അല്ലെങ്കിൽ 2 കൊല്ലം 3 കൊല്ലം ഒക്കെ കഴിഞ്ഞിട്ടും റിജക്ഷൻ വരാവുന്ന. ഓൾവേസ് ദേ ഹാവ് ടു ബി അലേർട്ട്. ഇതാണ് എപ്പോൾ വേണമെങ്കിലും ഇത് വരാം. അല്ലെങ്കിൽ കിഡ്നി ഒരു കുഴപ്പമില്ലാതെ പോവുകയാണെങ്കിൽ 15 വർഷം 20 വർഷം ഒക്കെ കുഴപ്പമില്ലാതെ പോവാം. ഒരു പേഷ്യൻ്റ് ഉണ്ട്, അപ്പൊ അവര് സർജറി ഒക്കെ കഴിഞ്ഞു, ഒരു സ്റ്റാഫ് നഴ്സാണ്, കല്യാണം കഴിച്ചു, കുട്ടികളായി, നോർമൽ ഫാമിലി ആയിട്ട് ദേ ആർ ലിവിങ്. അപ്പൊ അതും കുഴപ്പമില്ല, 12-13 വർഷമായി. അപ്പൊ അവരുടെ മനസ്സിലുണ്ടായിരുന്ന ഡൗട്ട് ഇതാ, ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞാൽ കല്യാണം കഴിക്കാവോ കുട്ടിയാവോ എന്നുള്ളത്. സോ അതിന്റെ ആ പീരീഡിൽ ദാറ്റ് ഇസ് നോട്ട് എ പ്രോബ്ലം. ഏറ്റവും ഞങ്ങൾ അഫക്ട് ചെയ്തേക്കുന്ന ഈ ഹൈപ്പർ അക്യൂട്ട് റിജക്ഷൻ എന്ന് പറഞ്ഞ സംഭവം. നമ്മൾ സർജറി ചെയ്ത് കിഡ്നി വെച്ച്, ഞാൻ ആ പറഞ്ഞ 45 മണിക്കൂർ നമ്മളത് ചെയ്ത് കിഡ്നി വെച്ച് ക്ലാമ്പ് എടുത്തു കഴിഞ്ഞ് ഒരു 2 മിനിറ്റിൽ ആ കിഡ്നി കറുത്ത് വരും. നോർമലി റെഡ് ആണ്, ഫുൾ റെഡ് ആണ്. അപ്പൊ റെഡ് ആയിട്ടാണ് യൂറിൻ വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു പേഷ്യന്റിന് ഇത് സംഭവിക്കണം. അത് വല്ലാതെ ഞങ്ങൾക്ക് വിഷമം. ഞങ്ങൾ ആ കിഡ്നി അത് എങ്ങനെയെങ്കിലും അത് വർക്ക് ചെയ്യണം എന്നുള്ളത്. എന്ന് വെച്ചാൽ രക്തോട്ടം കറക്റ്റ് ആണ്, മരുന്നുകൾ കറക്റ്റ് ആണ്, എല്ലാം ഓക്കെയാണ്. എന്നാലും 2 മിനിറ്റിന് ആ ബോഡിയിലെ രക്തം മുഴുവൻ ഈ ബോഡി കൂടെ കേടിയപ്പോഴത്തേക്കും ഈ ബോഡി ഈ കിഡ്നി റിജക്ട്, അത് അവിടെ വെച്ച്. അപ്പൊ സർജറി കഴിച്ചു. അപ്പൊ നമ്മുടെ മൂത്രം വന്നാലേ നമ്മൾ മൂത്രസഞ്ചിയിലേക്ക് കണക്ട് ചെയ്യും. അപ്പൊ ഹൈപ്പർ അക്യൂട്ട് റിജക്ഷൻ അവിടെ വെച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിന് ആന്റി റിജക്ഷൻ മെഷേഴ്സ് ഒക്കെ അവിടെ നോക്കുക, രക്തോട്ടം കൂട്ടാനുള്ള മരുന്നുകൾ. എന്നിട്ടും ഇത് വർക്ക് ചെയ്തില്ലെങ്കിൽ അവിടെ വെച്ച് തന്നെ ആ കിഡ്നി എടുത്ത് കളയും. അപ്പൊ ഈ പേഷ്യന്റ് അങ്ങനെ എടുത്ത് കളയേണ്ടി വന്നു. കിഡ്നി വെച്ചു, ഒരു നിയർലി 1 hour നമ്മൾ അത് കഴിഞ്ഞ് നോക്കി ഇതിനുള്ള കാര്യങ്ങൾ. അപ്പൊ ബ്ലഡ് ഫ്ലോ ഒക്കെ നോർമൽ, വേറെ ഒന്നും അതിനകത്ത് കറക്റ്റ് ചെയ്യാനില്ല. ഈ ബോഡി ഈ കിഡ്നീനെ വേണ്ട, റിജക്ട് ചെയ്യുന്നു. ഇതിന് എല്ലാ ടെസ്റ്റുകളും എല്ലാം ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പൊ അത് മുകളിലുള്ള ഒരാളുടെ ഇത് നടക്കില്ല എന്നൊരു തീരുമാനം അവിടെ എടുത്തു കഴിഞ്ഞാൽ ആ കിഡ്നി അത് വല്ലാതെ, അതൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് കുറച്ച് നാളത്തേക്ക് വല്ലാതെ വിഷം ആ പേഷ്യന്റിനോട് കാര്യങ്ങൾ. പക്ഷെ അവരോട് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മളിത് എടുത്ത് ഓൺ ടേബിൾ എടുത്ത് മാറ്റും എന്നുള്ളത്. ദിസ് ഹാസ് ഹാപ്പൻഡ്. No, but when now patient is in anesthesia, ആ ടൈമിൽ പേഷ്യന്റ് പോസ്റ്റ് ഓപ്പിൽ is expecting ഒരു പുതിയ ട്രാൻസ്പ്ലാന്റ് ആയി, അത് അനസ്തീഷ്യ തന്നെയാണെന്ന്. അപ്പൊ ഈ കാര്യം പറയാൻ പേഷ്യന്റിനോട് നമുക്ക് പറയാൻ പറ്റില്ല. ഈ നമ്മൾ നേരത്തെ കൗൺസിൽ ചെയ്ത എല്ലാ ബൈസ്റ്റാൻഡേഴ്സും ഈ കാര്യങ്ങളൊക്കെ എല്ലാ പേഷ്യന്റിനോടും പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ട്രാൻസ്പ്ലാന്റിൽ റിസ്ക് ഇല്ല എന്നല്ല, റിസ്ക് ഇസ് ദേർ. പക്ഷെ ഞാൻ പറഞ്ഞു 90-95% ഒരു കുഴപ്പമില്ലാതെ പോകും. അപ്പൊ ഇത് ഒരു പേഷ്യന്റിന്റെ കാര്യമാണ്. പക്ഷെ ഇതാണ് ഏറ്റവും ഞങ്ങളെ ഹെർട്ട് ചെയ്തേക്കണ ഒരു കാര്യം. ഞങ്ങൾക്കത് ഇതാണ് അത് മനസ്സിൽ വന്നുകൊണ്ട് ഞാനത് പറഞ്ഞു. അല്ല, ഇപ്പൊ ആ സമയത്ത് ആ പേഷ്യന്റ് അടുത്ത് എങ്ങനെയാണ്, ഹൗ ഡിഡ് യു ഫേസ്? യെസ്, അപ്പൊ ഈ പേഷ്യന്റിന്റെ അടുത്ത് നമ്മളിത് ആദ്യം ബൈസ്റ്റാൻഡേഴ്സ് നടത്ത എല്ലാ കാര്യങ്ങളും, ഈ കാര്യം ഇൻക്ലൂഡിങ് നെഫ്രോളജി ടീം. അപ്പൊ നമ്മൾ അവരോട് സംസാരിച്ച് ഈ കാര്യങ്ങൾ പറയാം, ഇങ്ങനെ ഒരു കാര്യമാണ്, ഇതെടുത്ത് സംസാരിച്ച് കഴിഞ്ഞിട്ട് വേണം ഇത് മാറ്റുക എന്നുള്ളത് വരാനായിട്ട്. പോസ്റ്റ് ഓപ്പ് വി ഹാവ് ഡെഫിനറ്റ്ലി പേഷ്യന്റ് അത് കഴിഞ്ഞു എന്നൊരു ഇതിലാണ് വരുന്നത്. അത് നമ്മൾ പറയാതിരിക്കാൻ വയ്യ. അവരോട് നമ്മളത് ചെന്ന് ഇന്ന കാര്യങ്ങൾ, അത് വെച്ചാൽ അനസ്തീഷ്യ എല്ലാം മാറിക്കഴിഞ്ഞാൽ ഇന്ന കാര്യം സംഭവിച്ചു എന്നുള്ളത്, അത് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് തന്നെ നമ്മൾ പറയണം. ബിക്കോസ് അപ്പോഴാണ് ഇത് വരുന്നത്. നമ്മൾ ഈ പേഷ്യന്റ് ഒരു തിയേറ്ററിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇവരുമായിട്ടുള്ള കൗൺസിലിംഗ് ആണ് ഇതിനകത്ത്. അപ്പൊ ഈ പോസ്റ്റ് ഓപ്പ് കഴിഞ്ഞ് ഇത്രയും കാര്യങ്ങൾ വരാമെന്നുള്ളത് എല്ലാം പറഞ്ഞിട്ടാണ്. പക്ഷെ ഇത് വന്നത് ഒരു പേഷ്യന്റാണ്. അപ്പൊ ഈ പേഷ്യന്റ് വന്നു, അത് അവരുടെ നിർഭാഗ്യവശാൽ അത് വന്നത്. എന്ന് വെച്ചാൽ എല്ലാ ടെസ്റ്റും ഓക്കെയാണ്, ഇതിൽ കൂടുതൽ ഇനി ടെസ്റ്റ് ഇല്ല, ടെസ്റ്റ് നോക്കാനൊന്നുമില്ല. എന്നിട്ടാണ് ഇത്. ദിസ് ഇസ് വൺ ഓഫ് ദ വേർസ്റ്റ് കോംപ്ലിക്കേഷൻ എ ട്രാൻസ്പ്ലാന്റ് പേഷ്യന്റ് ക്യാൻ കം. പിന്നെ ഉള്ളതൊക്കെ അപ്പൊ ഞാൻ ഏറ്റവും ഇതായിട്ടുള്ളത് വന്നത് അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കി. ശരിയാണ്, അവർക്ക് വിഷമം ഉണ്ടാവും, നമുക്കും കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊരു 2-3 days ഓഫ് എക്സ്പ്ലെയിനിങ് ദിസ് ഇസ് ഇതാന്നുള്ളത് വെച്ചിട്ട് ദേ വിൽ കം ഔട്ട് ഓഫ് ഇറ്റ്. അങ്ങനെയാണ് ഇതിനകത്ത്. പിന്നെ ഉള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മൾ ഇച്ചിരി ബ്ലഡിന്റെ കാര്യങ്ങള്, അതൊന്നും വലിയ കാര്യമൊന്നുമില്ല. അതൊക്കെ അതിന്റെ കൂടെ അങ്ങ് തീർന്നു പോവാന്നുള്ള മാത്രമേ ഉള്ളൂ. അനസ്തീഷ്യന്ന് റിക്കവർ ചെയ്യാൻ കുറച്ച് സമയം എടുക്കുക, അതൊന്നും മേജർ കോംപ്ലിക്കേഷൻസ് അല്ല. ആകെ വരുന്ന ഈ റിജക്ഷന്റെ കാര്യങ്ങൾ ഡൗൺ ദ ലൈൻ ഇടയ്ക്ക് വരുന്ന കാര്യങ്ങളാണ്. അത് മരുന്നുകൊണ്ട് മാറ്റുക എന്നുള്ളതാണ്. പിന്നെ റിജക്ഷൻ ഒരു നിവൃത്തിയില്ലാതെ
പിന്നീട് നിർഭാഗ്യവശാൽ വന്നു കഴിഞ്ഞാൽ വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല, വേറെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യുക. ദേ ഹാവ് ടു ഗോ ബാക്ക് ടു ട്രാൻസ്പ്ലാന്റ്. വല്ലപ്പോഴും പേഷ്യന്റ് റിലേറ്റീവ്സ് മോശമായിട്ട് സാറായിട്ട് സംസാരിക്കുകയോ ഓർ എനി ബിഹേവിയർ ടുവേർഡ്സ് യു? ഓഫ് കോഴ്സ് അതും നമ്മുടെ ഈ പ്രൊഫഷനിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു മെഡിക്കൽ പ്രൊഫഷൻ എടുക്കുമ്പോൾ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് വേണം ഇതിലേക്ക് വരാനായിട്ട്. അപ്പൊ ഇതിൽ വരുമ്പോൾ പിന്നെ ഒരു കാര്യം, ഒരു പേഷ്യന്റ് റിലേറ്റീവ് വന്ന് അവര് ദേഷ്യമായിട്ട് നമ്മളായാലും നമുക്ക് നമ്മുടെ ഏറ്റവും അടുത്തൊരു ആൾക്ക് നമ്മൾ അവർക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ മോള് നമ്മുടെ പാരന്റ്സ് കാര്യങ്ങൾ നമ്മൾ ചെല്ലുമ്പോൾ അവർക്കൊരു പ്രശ്നം വരും, നമ്മുടെ ഉള്ളിലുള്ള ഇത് എന്താണിത് ശരിയാവാത്തെ, എന്താണിത് ചെയ്യാത്ത, വാട്ട് ഈസ് ദ പ്രോബ്ലം എന്നുള്ളത് അവർക്ക് ചോദിക്കാനുള്ള കാര്യം അവർക്ക് അധികാരമുണ്ട്. അപ്പൊ അവര് നമ്മുടെ അടുത്ത് ചോദിക്കാം. ബട്ട് ഈ പറഞ്ഞ പോലെ പല സ്ഥലത്തും കേട്ടിട്ടുണ്ട്, ഹോസ്പിറ്റലിനകത്ത് കയറി അടിക്കുക പിടിക്കുക, ഈ വക പരിപാടിയൊന്നും ചെയ്യേണ്ട. അത് അവരും മനസ്സിലാക്കണം, നമ്മൾ അത് കറക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. അപ്പൊ മോശമായിട്ട് പെരുമാറുന്നില്ല എന്ന് വെച്ചാൽ അവര് പറയുന്ന രീതി ചിലപ്പോൾ അത് അങ്ങനെ ആയിരിക്കാം എന്ന് വെച്ചാൽ അത് ഔട്ട് ഓഫ് കൺസേൺ. ദേ സേ ഇറ്റ് ഔട്ട് ഓഫ് കൺസേൺ, ഡോക്ടർ ഇത് എന്താണ് ഇങ്ങനെ എന്നുള്ളത്. അപ്പൊ നമ്മൾ ഇന്ന കാര്യമാണ് എന്നുള്ളത് വ്യക്തമായിട്ട് അവിടെ നമ്മൾ അവർക്ക് സമയം കൊടുക്കുന്നില്ല, അവരോട് സംസാരിക്കാൻ കൂട്ടാക്കുന്നില്ല. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ പ്രശ്നം ഇത് ചെയ്യുന്നത്. അത് എക്സാക്ട്ലി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ ഇറ്റ് ഇസ് നോട്ട് എ പ്രോബ്ലം. അപ്പൊ അത് വേണ്ട രീതിയിൽ നമ്മൾ പ്രോപ്പർ എംപത്തറ്റിക് ആൻഡ് ഒരു നല്ല കമ്മ്യൂണിക്കേഷൻ ചാനൽ ഉണ്ടായാൽ things will be more clear. 100%. അപ്പൊ ദാറ്റ് ഷുഡ് ഓൾവേസ് ബി ദെയർ. പിന്നെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ എല്ലായിടത്തും കൗൺസിലിംഗ് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് വെച്ചിട്ട് നമ്മൾ സംസാരിക്കാം. പേഷ്യന്റിന്റെ വിഷമം മനസ്സിലാക്കി വേണം നമ്മൾ അവരോട് സംസാരിക്കാനായിട്ട്. അല്ല നമ്മള് ഇപ്പൊ ഒരു ഡോക്ടറാണ്, നാളെ ഇത് മറ്റന്നാൾ ഇത് ഓക്കെ ഗോ, അത് പറയുന്നതിൽ വാട്ട് ഐ ഓൾവേസ് ഫീൽ, ഇപ്പൊ ഞങ്ങൾ സർജറി ചെയ്യുന്ന ഒരു ഭാഗം ഒ പിയിൽ ഇരിക്കുമ്പോൾ നമ്മളിപ്പോ ഒരു ദിവസം 80-100 പേഷ്യന്റിനെ കണ്ടാലും അവർക്ക് നമ്മളിപ്പോ രാവിലെ വന്ന് യു സ്റ്റാർട്ട് അറ്റ് 9 o'clock, ഞാൻ എന്റെ ജോലി സമയം 4 മണി വരെ ഉള്ളൂ, ഞാൻ 4 മണിക്ക് പോവാണ് എന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത് ചിലപ്പോൾ 7 മണിയാകാം, ചിലപ്പോൾ 6 മണിയാകാം. എന്നാലും ആ വരുന്ന അവസാനത്തെ പേഷ്യന്റും കൂടെ കണ്ട് സംസാരിച്ച് തീർത്ത് പറഞ്ഞു വിടുക. അപ്പൊ നമുക്ക് കാണാൻ പറ്റാവുന്ന ഒരു പേഷ്യൻസിനെ നമ്മൾ എടുക്കാവുള്ളൂ. അപ്പൊ ഇഫ് യു ഡോണ്ട് ഗിവ് കെയർ ടു എവരി വൺ, അതും പേഷ്യന്റ് മാത്രമല്ല സറൗണ്ടിങ് റിലേറ്റീവ്സ് ഓട്ടോ. അപ്പൊ മോശമായിട്ട് പെരുമാറുന്നത്, പിന്നെ ചില ആൾക്കാരുണ്ട് പ്രശ്നം ഉണ്ടാക്കാനായിട്ട് തന്നെ ചിലപ്പോൾ വരുന്ന ആൾക്കാരുണ്ടാവാം. അതൊക്കെ ഐ തിങ്ക് എനിക്ക് തോന്നുന്നു പല മീഡിയാസിലും പല സ്ഥലത്തും പല കാര്യങ്ങളായിട്ട് പറയുന്നുണ്ട്. അതൊക്കെ ഐ തിങ്ക് പീപ്പിൾ ഷുഡ് സ്റ്റോപ്പ്. എന്ന് വെച്ചാൽ ഒരു ഡോക്ടർ ആയിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് ഇറങ്ങി ഒരു ഡോക്ടർ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും 5, 6, 8, 10, 12, 13 വർഷം കഴിയും. അപ്പൊ ഞാനൊക്കെ MBBS കയറുന്ന എന്റെ കൂടെ ഉള്ളവരൊക്കെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് നല്ല കാശുമായിട്ട് നേർന്നേ നമ്മൾ അപ്പോഴും സ്റ്റൈപ്പൻഡ് ഒരു ഇച്ചിരി ഷാപ്പുകള് ചായ മടയൊക്കെ മേടിച്ച് നിൽക്കുന്ന ടൈമാണ്. അപ്പൊ അത് അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ 12-13 വർഷം ഈ കഷ്ടപ്പെട്ട് ഈ മുഴുവൻ കഴിഞ്ഞ് നമ്മൾ എത്തിക്കഴിയുമ്പോൾ ഐ ഡോണ്ട് തിങ്ക് അത് നമ്മൾ ഒരിക്കലും ഒരു പേഷ്യന്റിനെ ഹർട്ട് ചെയ്യാനോ അങ്ങനെയോ ഒന്നും നമ്മൾ ഒരിക്കലും ആരും ചെയ്യുന്നില്ല. അതും കൂടെ ആൾക്കാരുടെ സൈഡിൽ നിന്നും കൂടെ അത് മനസ്സിലാക്കി വേണം ഒരു ഡോക്ടറെ എടുത്ത്. അവര് ചിലപ്പോൾ ഉറങ്ങുന്നുണ്ടാവില്ല, അവര് രാത്രി മുഴുവൻ പണിയെടുത്തിട്ടുണ്ടാവാം, വീട്ടിൽ പോകുന്നുണ്ടാവില്ല, ചിലപ്പോൾ ഫാമിലി കാണുന്നുണ്ടാവില്ല, ഫാമിലി ഫങ്ഷൻസിന് പോകുന്നുണ്ടാവില്ല. അടുത്ത കാര്യമുള്ളത് ഇങ്ങനെ അത്യാവശ്യം അത് ഡോക്ടർ വിവേകിനും ശരിയാണ്. പല ആൾക്കാരും ഫങ്ഷൻസിനും ബാക്കി വിളിക്കും, അയ്യോ ഒന്നും വരാൻ പറ്റില്ല കേട്ടോ, ഇവന് ജാടയാണ്, ഇവന് എവിടെ വരാൻ വലിയ ഡോക്ടറാണ് ഇവനെവിടെ. അത് ജാടയല്ല, അവന് വരാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പൊ അവനത് ബിസി ആയി അവിടെ നിൽക്കുന്നത്. അപ്പൊ അത് മെഡിക്കൽ പ്രൊഫഷനിൽ ഉള്ളവർക്ക് ഇത് മനസ്സിലാവും. അതൊക്കെ ഇതിനകത്തുള്ള കാര്യം. ഇപ്പോ 95% സക്സസ്ഫുൾ ആണ് കിഡ്നി ട്രാൻസ്പ്ലാന്റ്. യു സ്പോക്ക് അബൌട്ട് എ വെരി പെയിൻഫുൾ കോംപ്ലിക്കേഷൻ. ഇത്രയും സക്സസ് സ്റ്റോറീസിൽ വൺ സക്സസ്ഫുൾ സ്റ്റോറി വിച്ച് ഹാസ് കെപ്റ്റ് യു motivated always? Yes, ഇനിയും I will keep doing this work. Yes. അപ്പൊ ഐ തിങ്ക് ബൈ ഗോഡ്സ് ഗ്രേസ് നമ്മുടെ ട്രാൻസ്പ്ലാന്റ് റിസൾട്ട്സ് ആർ ക്വൈറ്റ് ഗുഡ്. അപ്പൊ വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അപ്പൊ കുറച്ചാൾ മുമ്പ് ചെയ്ത ഈസ് എ ബിഗ് ബിസിനസ് മാൻ ഫ്രം സേലം. അപ്പൊ പുള്ളിയുടെ ഞാൻ ഈ പറഞ്ഞ പോലെ 2 കിഡ്നി, ഈ പോളിസിസ്റ്റിക് കിഡ്നി എന്ന് വെച്ചാൽ ഈ 2 കിഡ്നിയിൽ സിസ്റ്റുകൾ വന്ന് നിറഞ്ഞ് നോർമൽ കിഡ്നി സിസ്റ്റ് റീപ്ലേസ് ചെയ്ത് കിഡ്നി ഫെയിലിയർ. അത് ജന്മന ഉള്ള ഒരു പ്രോബ്ലമാണ്. അപ്പൊ
ഈസ് എ ബിഗ് ബിസിനസ്. പക്ഷെ വെരി നൈസ് ഡൗൺ ടു എർത്ത് പേഴ്സൺ. അപ്പൊ പുള്ളി ഒരു കാര്യം പറഞ്ഞതാണ്, ഈ പുള്ളിക്ക് വെറുതെ ട്രാൻസ്പ്ലാന്റ് ചെയ്താൽ പോരാ, നമ്മള് കീഹോളായിട്ട് ആദ്യം വലത്തെ വൃക്ക എടുത്ത് കളയണം. 3 ആഴ്ച കഴിഞ്ഞ് അടുത്ത കീഹോൾ ചെയ്ത് ഇടത്തെ വൃക്ക എടുത്ത് കളയാം. അതെന്താണെന്ന് വെച്ചാൽ ഒരു വൃക്ക ഈ സിസ്റ്റ് നിറഞ്ഞ്, നോർമൽ ഒരു കിഡ്നിയുടെ സൈസ് ഒരു 8 സെന്റിമീറ്റർ 9 സെന്റിമീറ്റർ ഒക്കെ ഉണ്ടാവും. ഇങ്ങയുടെ സിസ്റ്റ് നിറഞ്ഞ് 25-30 സെന്റിമീറ്റർ ആണ് വരും. ഈ വയർ ഇത്രേ ഉള്ളൂ, ആള് വളരെ തിന്ന്. ഈ വയറില് ഈ 2 വൃക്ക മാത്രമേ ഉള്ളൂ. ഈ സിസ്റ്റ് മുഴുവൻ നിറഞ്ഞിട്ട് അതിനകത്ത് ഇൻഫെക്ഷൻ ഉണ്ട്, ബ്ലഡ് ഉണ്ട്, നിറഞ്ഞിട്ട്. അപ്പൊ വയറിങ്ങനെ വീർത്ത് കെട്ടിയിരിക്കുക. ഇതിന്റെ അകത്ത് ഈ 2 വൃക്ക, നമ്മള് വയറിനും തൊട്ട് കഴിഞ്ഞാൽ വൃക്കയാണ് തുറന്നത്. ആ മുഴുവൻ സിസ്റ്റ ക്രിയാറ്റിൻ 10-12 ഡയലിസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഇത് എടുത്തു കളഞ്ഞ് ഇതും എടുത്തു കളഞ്ഞ് വയറിൽ സ്പേസ് ഉണ്ടാക്കി വേണം ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ. എന്ന് വെച്ചാൽ 8 സെന്റിമീറ്റർ ഉള്ള സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുന്നത് 30 സെന്റിമീറ്റർ അതിനകത്ത്. അപ്പൊ കിഡ്നി നമ്മള് ഇത് ചെയ്തു, ലാപ്രോസ്കോപ്പ് ചെയ്തു. അതിനകത്ത് മുഴുവൻ ഇൻഫെക്ഷനും പഴുപ്പും ഒക്കെ. വളരെ ടൈം എടുത്തു പുള്ളി അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ. ആ കിഡ്നി ഇതിൽ നിന്ന് റിക്കവർ ചെയ്തിട്ട് ഇതൊന്നും ചെയ്യാതെ ട്രാൻസ്പ്ലാന്റിലേക്ക് എത്തും. അപ്പൊ പുള്ളി അപ്പൊ 2 കിഡ്നി ഞങ്ങൾ എടുത്ത് മാറ്റി ട്രാൻസ്പ്ലാന്റ് ചെയ്തു. അപ്പൊ പുള്ളി അതിനു മുമ്പ് വന്നൊരു കാര്യം എന്നോട് പറഞ്ഞു, ഡോക്ടറെ ഞാൻ എല്ലാം ബില്ല് എഴുതിയിട്ടാണ് ഞാൻ ഡോക്ടറുടെ അടുത്ത് വന്നേക്കുന്നത്. ഞാൻ ഇവിടെ എന്ത് സംഭവിച്ചാലും ഞാൻ ഫാമിലിക്കുള്ളതെല്ലാം ഇവരോടെല്ലാം പറഞ്ഞിട്ടാണ് ഞാൻ ഇതുവരെ എഴുതിട്ട് വന്നേ, ഡോക്ടർ ചെയ്തു. അപ്പൊ ആ ഒരു കോൺഫിഡൻസ് ആ പേഷ്യന്റിന്റെ സൈഡിൽ നിന്ന് ഇവര് വന്നിട്ട് പറയാണ് ഡോക്ടർ ചെയ്തോ, ഞാൻ ഇതാണ്. അപ്പൊ ഇത് എന്ത് സംഭവിച്ചാലും ഞാൻ കുഴപ്പമില്ല, ഐ ആം റെഡി ടു ഗോ എന്ന് വെച്ചാൽ. അപ്പൊ എനിക്ക് ഇത് കഴിഞ്ഞ് എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എ സെക്കൻഡ് ലൈഫ്. അവിടെ തീർന്നിട്ട് സെക്കൻഡ് ലൈഫിലേക്കാണ് പോകുന്നത്. ഇനി ഡോക്ടർക്ക് അത് പറ്റൂ. ഞങ്ങൾ ചെയ്തു, അത്രയും ഇതെടുത്തു. ബട്ട് ഹി വാസ് വെരി പോസിറ്റീവ്. ഡോക്ടറെ ഇത് കുഴപ്പമില്ല, ഇനി ഇത് എങ്ങനെ പോകുന്നു നമുക്ക് നോക്കാം, എന്ത് വന്നാലും. അപ്പൊ ട്രാൻസ്പ്ലാന്റ് ആണ് ഇതിൽ ഏറ്റവും വലുത്. ട്രാൻസ്പ്ലാന്റ് ഒരു കുഴപ്പമില്ലാതെ. അപ്പൊ അതും ദൈവത്തിന്റെ ഒരു കൈ അവിടെ ഉണ്ട്. ഒരു കുഴപ്പമില്ലാതെ പോയി. ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് പുള്ളിനെ കണ്ടു. പുള്ളി ഡോക്ടറെ ബില്ല് ഞാൻ ഇപ്പോഴും വെച്ചിട്ടുണ്ട്, കണ്ടു, താങ്ക് യു വെരി മച്ച് എന്ന് പറഞ്ഞു. ഡോക്ടറിന്റെ പേരിട്ടുണ്ട് അതിൻ്റെ അകത്ത് നമുക്കൊരു താങ്ക്സ് ഉണ്ടാവും. എനിക്ക് വീണ്ടും ഒരു ജീവൻ തന്നയിൽ എന്നുള്ള ഒരു താങ്ക്സ് ഉണ്ടാവാം. I mean, I think that's what you are working for. ആ ഒരു താങ്ക്സും ആ ഒരു ഗുഡ് വിൽ ഫ്രം ദ പേഷ്യന്റ് is what we are all working for. Correct. So I think congratulations. That is very good. പിന്നെ മദർ ടു ഡോട്ടർ, ഫാദർ ടു സൺ, അവരെയൊക്കെ കാണുമ്പോൾ നമുക്കൊരു വലിയ ഇതാണ്. അപ്പൊ കുട്ടികള് വളർന്നു ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് വരുന്ന, അപ്പൊ ഞാൻ പറഞ്ഞു വേറൊരു പേഷ്യന്റ്, അപ്പൊ ആ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും അവർക്ക് ഞാൻ എന്ത് വന്നാലും ബ്രദർ ടു സിസ്റ്റർ അവര് കൊടുത്തവരുണ്ട്. അപ്പൊ യൂഷ്വലി സിബ്ലിങ്സ് അല്ലെങ്കിൽ തമ്മിലുള്ള എപ്പോഴും നമ്മൾ പല സ്ഥലത്ത് അടിയാണ് കാണാറുള്ളത്. പക്ഷെ വന്ന് എനിക്ക് ഇവർക്ക് കൊടുക്കണം എന്നുള്ള അച്ഛന് കൊടുത്ത മക്കൾ അച്ഛന് കൊടുത്ത ഞങ്ങൾ കുറെ ചെയ്തുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്. അപ്പൊ അവരുടെയൊക്കെ മനസ്സിൽ എന്താന്ന് വെച്ചാൽ നമ്മൾ എല്ലായിടത്തും അടിയും ബഹളവും ആണ് വീട്ടുകളിലും ഒക്കെ കാണുന്നത്. ഐ തിങ്ക് അവരെയൊക്കെ കാണുമ്പോഴാണ് നമുക്ക് അവരുടെ ആ ഒരുമ, അവര് തമ്മിലുള്ള കമ്പാഷൻ, ഇതൊക്കെ. ഞാൻ എന്ത് വന്ന ഒരു ഫാദറിന് ഒരു ഡോട്ടർ കൊടുക്കുക, ദാറ്റ് കാണുമ്പോൾ ഞങ്ങൾക്ക് വളരെ ഇതാണ്. എന്ന് വെച്ചാൽ അവർക്കൊക്കെ ആ വില്ലിങ്നെസ്സും ഞങ്ങൾക്ക് അത് കൊടുക്കുക എന്നുള്ളത്, ഡൊണേറ്റ് ചെയ്യുക എന്നുള്ളത് ബിഗ് തിങ്, വിച്ച് ഇസ് എ വെരി ബിഗ് തിങ്. അപ്പൊ ഓൾ ദാറ്റ് ഗിവ്സ് us. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതെല്ലാം കഴിഞ്ഞ് പേഷ്യൻസ് പോയി കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് അല്ലെങ്കിൽ നമ്മൾ താങ്ക് യു ഡോക്ടർ, യു സേവ്ഡ് അവർ ലൈഫ്. ശരിക്കും ട്രാൻസ്പ്ലാന്റ് ഒരു സെക്കൻഡ് ലൈഫാണ്. എന്ന് വെച്ചാൽ പണ്ടുള്ള ഈ പറഞ്ഞ നേരത്തെ ആൽക്കഹോളിന്റെ കാര്യം പറഞ്ഞ കാര്യങ്ങളുണ്ട്, ഇതിലുള്ള എല്ലാവരും ദേ സ്റ്റോപ്പ് എവറിത്തിങ് ആഫ്റ്റർ. ഞങ്ങൾ കണ്ടവരിലൊക്കെ ഞങ്ങൾ നിർത്തി, ഞാനൊരു പുതിയ ജീവിതം, താങ്ക് യു വെരി മച്ച് എന്നുള്ളത്. അപ്പൊ അത് കുറെ പേർക്ക് ഞങ്ങൾക്ക് അത് ലൈഫ് കൊടുക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം. അതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇപ്പൊ ഒരു വേഴ്സ്റ്റ് കേസ് സിനാറിയോ, പേഷ്യന്റ് ഒരു 10 years 15 years ഒക്കെ കിഡ്നി ഹാഡ് എ ഗുഡ് ലൈഫ്, പക്ഷെ എങ്ങനെ ഒരു ഫെയിലിയർ പിന്നെയും വന്നു, ഒരു റിജക്ഷൻ വന്നു, ഇതിന് വേറൊരു റിവിഷൻ സർജറിന്റെ സ്കോപ്പ് ഉണ്ടോ? ഓഫ് കോഴ്സ്, അങ്ങനെ ഒരു കാര്യം അതാണ്. നമ്മൾ ഒരു പ്രാവശ്യം ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞാൽ പിന്നെയും ചെയ്യാവുന്നതാണ്. അതിന് കുറെ ക്രൈറ്റീരിയാസ് ഉണ്ട്. അപ്പൊ ഈ നമ്മൾ വെച്ച കിഡ്നി കുറെ നാൾ കഴിഞ്ഞ് എന്തുകൊണ്ട് പോകുന്നു,
അല്ലെങ്കിൽ എന്തുകൊണ്ട് അത് ചിലപ്പോൾ 15 വർഷം, 20 വർഷം, 10 വർഷം, 7 വർഷം, അതെങ്ങനെയാണ്? ഒന്ന്, ദേ ഹാവ് ടു ടേക്ക് ദ മെഡിസിൻസ് പ്രോപ്പർലി, ഫോളോ അപ്പ് കറക്റ്റ് ആയിരിക്കണം. പല കാരണങ്ങളാൽ ആ കിഡ്നിക്ക് പ്രശ്നങ്ങൾ വന്നേക്കാം, ചിലപ്പോൾ ഒരു കുഴപ്പവും ഉണ്ടാവില്ല. നിർഭാഗ്യവശാൽ അങ്ങനെ വന്നാൽ സെക്കൻഡ് ട്രാൻസ്പ്ലാന്റിന് ഒരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞു, ആദ്യം നമ്മൾ ചെയ്യുന്ന ഈ വലത്തെ സൈഡ് കാലിന്റെ ഒടിയിലാണ് ഇത് ചെയ്യുന്നത്. സെക്കൻഡ് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ഇടത്തെ സൈഡ് കാലിന്റെ ഒടിയിൽ ലെഫ്റ്റ് ഇലിയാക് ഫോസ എന്ന് പറഞ്ഞ അവിടെയാണ് വെക്കുന്നത്. അപ്പൊ നമ്മൾ എന്താന്ന് വെച്ചാൽ, അങ്ങനെ ചെയ്യുമ്പോൾ പഴയ കിഡ്നികളൊന്നും എടുത്ത് മാറ്റിയില്ലെങ്കിൽ ഒരാൾക്ക് 4 വൃക്കയുണ്ടാവും. പഴയ 2 വൃക്കകൾ, പുതിയ വെച്ച വലത്തെ സൈഡ് വൃക്കകൾ ഫെയിൽ ആയത്, പിന്നെ സെക്കൻഡ് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ലെഫ്റ്റ് സൈഡിലെ വൃക്കകൾ. അപ്പൊ ഈ ആദ്യം ചെയ്ത ട്രാൻസ്പ്ലാന്റ് വൃക്കയ്ക്കുള്ള പ്രോബ്ലമാണ്, പ്രശ്നങ്ങളാണെങ്കിൽ നമ്മൾ ആ വൃക്ക എടുത്ത് കളയാം. എന്ന് വെച്ചാൽ പുതിയ കിഡ്നിക്ക് ഇനി പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ അതെടുത്ത് അതിനൊരു സർജറി ചെയ്യാം. എന്നിട്ട് പക്ഷെ എങ്ങനെ നോക്കിയാലും സെക്കൻഡ് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ഇടത്തെ സൈഡിലായിരിക്കും. അപ്പൊ ഇടത്തെ സൈഡിൽ അത് ട്രാൻസ്പ്ലാന്റ് ചെയ്യാവുന്നതാണ്. ഇനി വളരെ 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 റെയറായിട്ട്, എന്ന് വെച്ചാൽ 1% താഴെ, ഒരു റെയറായിട്ട് ഇപ്പൊ എല്ലാം ഫെയിലായ അങ്ങനെ ചില ആൾക്കാരുണ്ട്, ഈ തേർഡ് ട്രാൻസ്പ്ലാന്റും ചെയ്യാവുന്നതാണ്. അത് വളരെ റിസ്കിയാണ്, പക്ഷെ ഇറ്റ് ഈസ് പോസിബിൾ. പക്ഷെ സെക്കൻഡ് ട്രാൻസ്പ്ലാന്റിന് പല പേഷ്യൻസും ഉണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ എന്ന് വെച്ചാൽ, ഒന്നോടെ ഈ ഫസ്റ്റ് ട്രാൻസ്പ്ലാന്റ് ഫെയിൽ ആയാൽ വീണ്ടും ഒന്നേന്ന് എല്ലാ ഇവാലുവേഷനും ചെയ്യേണ്ടി വരും. എന്തുകൊണ്ട് അത് ഫെയിലായി, എന്തുകൊണ്ട് ബോഡി റിജക്റ്റ് ആയി, പ്രശ്നങ്ങൾ എന്താണ്ടായി നോക്കിയിട്ട് വേണം അപ്പൊ സെക്കൻഡ് ട്രാൻസ്പ്ലാന്റ് ചെയ്യണം. പ്രൊസീജിയർ സെയിം തന്നെ, ഇടത്തെ സൈഡിലാണ് നമ്മൾ വെക്കുന്നതെന്നാണുണ്ട്. നമ്മൾ കുറെ സെക്കൻഡ് ട്രാൻസ്പ്ലാന്റ്സും ചെയ്യുന്നുണ്ട്. അപ്പൊ ഡോണർ പ്രോട്ടോക്കോളും ബാക്കി എല്ലാം അതുപോലെ വരും. കമ്മിറ്റി ക്ലിയറൻസ് എല്ലാം കഴിഞ്ഞിട്ട് അതിലേക്ക് വരും. Overall, the kidney transplant procedure, all this thing, is it a very expensive thing? കിഡ്നി ട്രാൻസ്പ്ലാന്റ് ഡെഫിനറ്റ്ലി ഈ ഹോസ്പിറ്റൽ സ്റ്റേയും ഡോണറിന്റെ സ്റ്റേയും ബാക്കി എല്ലാം വരുമ്പോൾ കുറച്ച് എക്സ്പെൻസ് വരും. ബിക്കോസ് ഇറ്റ് ഇൻവോൾവ്സ് ലോഡ് ഓഫ് നമ്മൾ നോർമലി ചെയ്യാത്ത ഇൻവെസ്റ്റിഗേഷൻസ്, മെഡിസിൻസ്, പ്രൊസീജിയർ ആസ് സച്ച്. ആ ഹോസ്പിറ്റൽ സ്റ്റേയും അതിന്റെ ഡോണറിന്റെ റെസിപ്പിയന്റെയും നോർമലി എല്ലാം ഒരു കോംപ്ലിക്കേഷനും ഇല്ലാണ്ട് പോയി കഴിഞ്ഞാൽ വളരെ കാര്യമായിട്ട് വരില്ല. പക്ഷേ നമ്മൾ ആ സ്റ്റേ കൂടി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് എമൗണ്ട് വരാം. ഏറ്റവും അതിലുപരി അത് കഴിഞ്ഞിട്ടുള്ള എക്സ്പെൻസും ഉണ്ട്. ഈ റെസിപ്പിയൻ ഡോണറിനൊന്നുമില്ല, ഡോണി മെഡിസിൻസും കാര്യങ്ങളും ഒക്കെ ഫോളോ. അപ്പൊ കുറച്ച് എക്സ്പെൻസ് എന്തായാലും അതിനകത്ത് ഇൻവോൾവ് ആണ്. ബിക്കോസ് മെഡിസിനും ഒക്കെ കോസ്റ്റ്ലിയാണ്. അപ്പൊ അതിന് കോസ്റ്റ്ലിയാണ്. പിന്നെ ഹോസ്പിറ്റൽ ചാർജസും ബാക്കി കാര്യങ്ങളൊക്കെ, അതൊക്കെ ഇറ്റ് ഇസ് പല രീതിയിലും, ദാറ്റ് ഇസ് പല ഇതുണ്ട്. പല ആൾക്കാരെ ഹെൽപ്പ് ചെയ്ത് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഡൊണേഷൻസ് ചെയ്യുന്നവരുണ്ട്, നിവൃത്തിയില്ലാത്ത ആൾക്കാർക്ക് അവർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ പറ്റുന്ന രീതിയിൽ നമ്മൾ അവരെയൊക്കെ ഹെൽപ്പ് ചെയ്യാം. അതിനുള്ള വഴികൾ അതിനകത്തുണ്ട്. മെഡിസിൻസ് പറ്റുന്നതൊക്കെ, മെഡിസിൻസ് ആണ് ഈ ലൈഫ് ലോങ് ചെലവ് വരുമ്പോഴാണ് അതിനകത്തുള്ള പ്രശ്നങ്ങൾ വരുന്നത്. അപ്പൊ മന്ത്ലി വരുന്നത്. അപ്പൊ അതിന്റെ പെട്ടെന്നൊരു ഷുഗർ കയറി വന്നു, അതിന്റെ കുറെ കാര്യങ്ങൾ, ബാക്കി കുറെ കാര്യങ്ങൾ. അപ്പൊ എക്സ്പെൻസ് കുറച്ച് അതിനകത്തുണ്ട്. അത് ദാറ്റ് ഹാസ് ടു ബി, അത് എത്രയും നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നോ അത് മാക്സിമം നമ്മൾ നോക്കണം. ഇപ്പൊ സാറ് പറഞ്ഞു, now before you consider a patient for renal transplant, the donor has to be fit. Yes. He has to certain criteria match ചെയ്യണം. ഇപ്പോ as the upcoming generation, majority of us are unfit. അപ്പൊ ഒരു കിഡ്നി കിട്ടാൻ, അല്ലെങ്കിൽ ഒരു ഡോണർ, ഒരു ഹെൽത്തി ഡോണറിന് കിട്ടാൻ മേ ബി സാധ്യതകൾ കുറവായിരിക്കും. or you may get. Are there any advancements where may not ഒരു ഡോണറിന് ആവശ്യമില്ലാതെ കിട്ടാൻ ചെയ്യാൻ പറ്റും? ഡെഫിനറ്റ്ലി ട്രാൻസ്പ്ലാന്റ്സിൽ അതൊക്കെ ഈ സ്റ്റാർട്ടിങ് സ്റ്റേജസ് അല്ലെങ്കിൽ റിസർച്ച് സ്റ്റേജസിലൊക്കെയാണ് നിൽക്കുന്നത്. ഈ ക്രോസ് മാച്ചും ടൈപ്പിങ്ങിലും ഒക്കെ വേറെ കുറെ അഡ്വാൻസ്മെന്റ്സ്. ഇപ്പൊ ട്രാൻസ്പ്ലാന്റ് സർജറിയിലാണെങ്കിൽ തന്നെ റോബോട്ടിക് സർജറി ഇത് ചെയ്യാം. പിന്നെ ആർട്ടിഫിഷ്യൽ കിഡ്നി എന്ന പല ഇതും വരുന്നുണ്ട്, പല ടെസ്റ്റിംഗ് ഇതൊക്കെ വരുന്നു. അപ്പൊ ആർട്ടിഫിഷ്യൽ കിഡ്നി അങ്ങനെ എഞ്ചിനീയർ ചെയ്ത് വന്നു കഴിഞ്ഞാൽ പ്രോബബ്ലി അത് കമ്പാറ്റബിളായിട്ട് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് സംതിങ് വിത്തൗട്ട് എ ഡോണർ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ ദാറ്റ് ഓൾ ഹാസ് ടു സ്ട്രിഞ്ചന്റ്, ഇത് നമ്മുടെ ബോഡിയായിട്ട് അത് എഫക്ട് ചെയ്യാന്ന്. ശരിക്കും പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ കിഡ്നി എന്ന് വെച്ചാൽ ഡയാലിസിസ് മെഷീൻ ഇസ് എ കിഡ്നി. അപ്പൊ അതുപോലത്തെ ചെറിയ സാധനങ്ങൾ അതിനകത്ത് വെക്കാൻ പറ്റുന്ന, ഇംപ്ലാന്റ് ചെയ്യാൻ പറ്റുന്ന, റിജക്ട് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ പുറത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ഡെഫിനറ്റ്ലി ദെയർ.
പിന്നെ 3D പ്രിന്റിങ്, ടെലിമെഡിസിൻ, പല പല റോബോട്ടിക് സർജറീസും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഫ്രം അതർ സ്റ്റേറ്റ്സ് വി ക്യാൻ സിറ്റ് ആൻഡ് ഡു ഇറ്റ് ഹിയർ. അങ്ങനെ ഇതുള്ളതുണ്ട്. അപ്പൊ കുറെ അഡ്വാൻസ്. പിന്നെ ഇൻവെസ്റ്റിഗേഷൻസിലാണ്. Right. അപ്പൊ ഈ മാച്ചിങ് ആൻഡ് ഇപ്പൊ ഡോണറും റെസിപ്പന്റും ആയിട്ടുള്ള മാച്ചിങ് ക്രൈറ്റീരിയയിലുള്ള പല ടെസ്റ്റുകൾ. അപ്പൊ ആ ടെസ്റ്റുകളിൽ കുറെ അഡ്വാൻസ്മെന്റ് വെച്ച് നമുക്ക് ഈ സെൻസിറ്റൈസ് ചെയ്ത് ഈ ഡോണറിന് ഇന്ന പേഷ്യന്റിന് കൊടുക്കാനായിട്ട് റിജക്ഷൻ പ്രിവെന്റ് ചെയ്യാനുള്ള കുറെ കാര്യങ്ങൾ, അതൊക്കെ ഐ തിങ്ക് കുറെ റിസർച്ചസ് ഉണ്ടെന്ന് ഇറ്റ് സ്റ്റിൽ ഗോയിങ് ഓൺ. ഫോർ ഫർദർ അഡ്വാൻസ്മെന്റ്സ് വൺ മേജർ തിങ് ഇസ് ആൻ ആർട്ടിഫിഷ്യൽ കിഡ്നി. അപ്പൊ അത് ഇങ്ങനെ പല സ്ഥലത്തും അതിന്റെ ഇത് വരുന്നുണ്ട്, റിസർച്ച് നടന്നുണ്ട്. വൺസ് ദാറ്റ് കംസ് ഈ ഡോണറിന്റെ നമുക്കത് ഡൊണേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം കിട്ടാൻ. ശരിയാണ്, ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലും ചേഞ്ചസും ബാക്കിയെല്ലാം വന്നിട്ട് ഒരു പ്രശ്നമില്ലാത്ത ഒരാളെ കിട്ടാൻ ഇറ്റ് ഇസ് വെരി 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 ഡിഫിക്കൽട്ട്. പക്ഷെ എന്നാൽ അങ്ങനെ ഒരാൾക്കേ അത് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ കുറെ കാര്യങ്ങളുണ്ട്. So, sir, you have given us a very elaborate description about kidney transplant. Thank you. And I'm sure many of our viewers are medical students who want to become a urologist or in future a kidney transplant surgeon. Yes. What is your simple points of advice to become Dr. Danson? Oh, to become a doctor. Okay. So, അപ്പൊ ഇത് ഞാൻ പറയാനുള്ളത്, ആസ് ഐ സെഡ്, മെഡിക്കൽ പ്രൊഫഷൻ അതിലേക്ക് നമ്മൾ കയറുമ്പോൾ ഇറ്റ് ഇൻവോൾവ്സ് എ ലോട്ട് ഓഫ് തിങ്സ്. അപ്പൊ നമ്മള് ചുമ്മാ അത് പ്രൊഫഷനിലേക്ക് ഒന്ന് കയറാറുണ്ട്. അപ്പൊ അതിലേക്ക് കയറിയാൽ വി ആർ ഇൻസൈഡ് ആൻഡ് നമ്മൾ അതിന്റെ എത്തിക്സും ബാക്കി എല്ലാ കാര്യങ്ങളും ഹാസ് ടു ബി ഫോളോഡ് ഇൻ പ്രോപ്പർ. അപ്പൊ മെഡിസിൻ എടുക്കുന്ന ആൾക്കാർക്ക് യൂറോളജിസ്റ്റ് ആയാലും വൺ ഇസ് ദ പാഷൻ. നമ്മളത് ചെയ്യണം. ട്രാൻസ്പ്ലാന്റ് സർജറി ആസ് സച്ച് ഇസ് എ ഡിഫറെന്റ് ഫീൽഡ്, വേറൊരു ഡിഫറെന്റ് ഫീൽഡാണ്. അപ്പൊ അത് നമ്മുടെ റൊട്ടീൻ യൂറോളജി വർക്കിനേലും മാറിയിട്ടുള്ള ഒരു കാര്യമാണ്. അതിലേക്ക് നമ്മൾ വി ഷുഡ് ബി ഇൻട്രസ്റ്റഡ്. അപ്പൊ അത് ചെയ്യാനായിട്ടുള്ളത്, അത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ പേഷ്യന്റ് വന്ന OP-യിൽ വന്ന് സംസാരിച്ച് തുടങ്ങി അവിടെ നിന്ന് പോകുന്ന വരെയും അത് കഴിഞ്ഞിട്ടും ഫോളോ അപ്പും ആ പേഷ്യന്റ് കൂടെ ഉണ്ടാവും. നമ്മൾ അവരോടുള്ള എമ്പത്തി, അവരോടുള്ള സംസാരവും കാര്യങ്ങളും കൗൺസിലിങ്ങും ഇതെല്ലാം, ഐ തിങ്ക് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് പേഷ്യൻസ്. നമ്മൾ ആ ഇരുന്ന് കേൾക്കാനുള്ള ഒരു ഇത് വേണം. നമ്മളത് അതാണ് പറഞ്ഞത്. നമ്മൾ അവിടെ ഇരുന്നപ്പോൾ നമ്മളെ കാണാമല്ലോ, ഞാൻ രാത്രി വരെ ജോലി ചെയ്തു, ഇനി എനിക്ക് നാളെ പോണ്ട, ഇങ്ങനത്തെ ഒരു കാര്യമൊന്നും ഇതിനകത്തില്ല. അപ്പൊ മെഡിക്കൽ ഫീൽഡിൽ കയറിയോ യു ഹാവ് ടു വർക്ക് ഹാർഡ്. നമ്മുടെ പേഴ്സണൽ ലൈഫ് നമുക്ക് കുറച്ച് മാറ്റി വെക്കേണ്ടി വരാം. അപ്പൊ അത് പല സൈഡിൽ നിന്നും പല പ്രശ്നങ്ങളും വരാം. അപ്പൊ അതാണ് ഇഫ് യു വാണ്ട് ടു ബി ദാറ്റ് സക്സസ്ഫുൾ. അല്ല, നമ്മൾ ചെറിയൊരു കാര്യമൊക്കെ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ കുഴപ്പമില്ല. സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ ടോപ്പിലേക്ക് എത്തണമെങ്കിൽ ഡെഫിനറ്റ്ലി പേഴ്സണൽ ലൈഫ്, ഫാമിലി ലൈഫൊക്കെ കുറച്ചൊന്ന് മാറി നിൽക്കാം. നമുക്ക് തന്നെ വിഷമം ഉണ്ടാവും, നമുക്കത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. എന്ന് വെച്ചാൽ നമ്മളൊരു ഞായറാഴ്ച കിട്ടി, ഞായറാഴ്ച ഒരു പേഷ്യന്റിന് ഒരു കാര്യം വേണമെന്ന് പറഞ്ഞാൽ നമ്മളത് പോയിരിക്കണം. ദാറ്റ് ഹാസ് ടു ബി ദെയർ. അല്ലാണ്ട് വേറൊരു നോന്നില്ല. അപ്പൊ ഓൾവേസ് work hard, enough patience and the passion for transplant surgery. അപ്പൊ അതില് കുറെ ഇൻവോൾവ് ഉണ്ട് അതിനകത്ത്. അപ്പൊ ട്രെയിനിങ് ഉണ്ട്. അപ്പൊ നമ്മൾ ഡെഫിനറ്റ്ലി അതിലേക്ക് കയറണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു സെന്ററിൽ ഒരു 2-3 വർഷം ഒക്കെ നിന്നാലാണ് നമുക്ക് അതിനകത്തുള്ള ഒരു കാര്യം വി ഗെറ്റ് ടു നോ. ട്രാൻസ്പ്ലാന്റ് ഒരു ഈസിലി ചെയ്തിറങ്ങാവുന്ന ഒരു കാര്യമല്ല. ദാറ്റ് ഷുഡ് ബി. അപ്പൊ ചെയ്യുന്ന ആൾക്കാർ അത്രയും ക്വാളിഫൈഡ് ആയിരിക്കണം. യു ഷുഡ് ബി ഇൻ ഗുഡ് ടേംസ് വിത്ത് എവ്രി വൺ. And how any suggestions on how to face complications? Yes. അപ്പൊ ഐ തിങ്ക് വാട്ട് ഐ ഫീൽ എന്താന്ന് വെച്ചാൽ നമ്മുടെ സീനിയേഴ്സിൽ നിന്ന് പഠിക്കണം. ബിക്കോസ് ദേ ഹാവ് ഫേസ്ഡ് ഒരു ഫാർ മോർ കോംപ്ലിക്കേഷൻസ് ആൻഡ് ദേ ഹാവ് സീൻ ആൻഡ് ടാക്കിൾഡ് ഇറ്റ് ദാൻ us. നമ്മളിപ്പോ 50 വയസ്സായാലും ആസ് എ ഡോക്ടർ 60 years 70 years എന്തായാലും വി ആർ സ്റ്റിൽ ലേണിംഗ്. അതാണ്. അപ്പൊ ഒരു ഡോക്ടർ ഒരു കാലത്തും ഞാനൊരു വലിയ ഡോക്ടറായി എന്നൊരു കാര്യമില്ല. ഐ മീൻ ദാറ്റ് ഇസ് മൈ പ്രിൻസിപ്പിൾ. ഐ ഹോപ്പ് എല്ലാ മെഡിക്കൽ സ്റ്റുഡൻസും അല്ലെങ്കിൽ ഇതിലേക്ക് വരുന്ന ആൾക്കാർക്കും ഞാനൊരു 100 കാര്യങ്ങൾ ചെയ്തു, 101ാമത്തതും ഞാൻ ആദ്യം ചെയ്യുന്ന പോലെ തന്നെ ചെയ്യും. ഞാൻ 2000 ചെയ്തു, 2001 വിൽ ബി മൈ ഫസ്റ്റ് കേസ്. സോ ഇറ്റ് ഈസ് ഓൾവേസ് എ ലേണിംഗ് പ്രോസസ്. പിന്നെ സീനിയർ ആയാലും ജൂനിയർ ആയാലും, ജൂനിയർ ആയ ഒരാള് ഒരു പുതിയൊരു കാര്യം പറഞ്ഞു,
ഡോക്ടറെ നമുക്ക് ഇതൊന്ന് ഇങ്ങനെ ഒന്ന് ചെയ്താലോ, അത് നല്ലൊരു ഒരു Acceptance. ഇതുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്ത് ഇൻകോപ്പറേറ്റ് ഇൻ യുവർ പ്രാക്ടീസ്. Right. സീനിയർ പറയുന്നു, ജൂനിയർ പറയുന്നു, അവിടെ ഒരു ഈഗോ വരാൻ പാടില്ല. ദാറ്റ് ഈസ് അനദർ തിങ്. അപ്പൊ ദിസ് ഇസ് ഓൾ യുവർ പ്രാക്ടീസ്. അപ്പൊ ട്രാൻസ്പ്ലാന്റിലേക്ക് ആകുമ്പോഴും നമ്മൾ എങ്ങനെ എന്ത് ചെയ്താലും നമ്മൾ ദാറ്റ് ഈസ് ഓൾവേസ് ദർ. ഇപ്പൊ പേഷ്യൻ്റ് ആയിട്ടുള്ള ഇന്ററാക്ഷൻ, ഡോക്ടേഴ്സ് ആയിട്ടുള്ള ഇന്ററാക്ഷൻ, ദ വേ യു പുട്ട് ഇൻ യുവർ വർക്ക് and hard work is very important. So these are few things. Transplant surgery as such, if you get a proper training, it's a wonderful field. Right. In an excellent field, നമുക്ക് എല്ലാവർക്കും as a doctor ഞാൻ പറയാണ്, Right. to shine and come out and to give a good result. Okay. So thank you so much for spending so much time with us. Thank you. Reason why I wanted you on my channel is two of my closest relatives. One, my cousin, one of my good friends' mother. Both of them were suffering from polycystic kidney, Polycystic kidney, yes. and they had 2 very successful kidney transplants. And they always talked very high about you and your team. Thank you. So wishing you, the complete team of Lakeshore, all the best and many more successes to come. Thank you, Dr. Vivek. Thank you.